ഗിറ്റ് ലോഗ് കേട്ടോ. സ്ക്രീൻ നോക്കല്ലേ നിങ്ങക്ക്? ഞാൻ ഈ സെക്കൻഡ് ആർട്ടിലേ ഒരു ബ്രാഞ്ച് കാണാനല്ല, ബ്രാഞ്ചിലുള്ള കമ്മിറ്റികൾ കാണാൻ. ഇപ്പൊ ഹലോ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഞാൻ സെക്കൻഡ് ഡോട്ട് ആർട്ടിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ അല്ല ഹലോ എന്നുള്ള. ഇനി ഇത് ഞാൻ ഗിറ്റ് സ്റ്റാറ്റസിൽ നോക്കുകയാണ്. നോക്കുമ്പോ എന്തുണ്ടാവും, ഈ സെക്കൻഡ് സ്റ്റേജ് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനത് സ്റ്റേജ് ചെയ്യാണ്. സ്റ്റേജ് ചെയ്യാനതാണ് ഗിറ്റ് ആഡ് സെക്കൻഡ് ഡോട്ട് ഡാർട്ട്. ഇതൊക്കെ അല്ല, ഇതിൽ സംശയം ഉണ്ടായിരുന്നെങ്കിലും സ്റ്റേജ് ചെയ്തു. ഇപ്പൊ സ്റ്റാറ്റസിൽ എന്ത് കാണും? ന്യൂ ഫയലാണ് അല്ല. ന്യൂ ഫയലുകൾ അൺസ്റ്റേജ് ചെയ്യാൻ ഏതാണ്? ഗിറ്റ് RM. ന്യൂ ഫയൽ അല്ലാത്ത മറ്റേതാണെങ്കിൽ ഗിറ്റ് റിസ്റ്റോർ അല്ല. മറ്റേത് ഗിറ്റ് RM, ഗിറ്റ് റീസ്റ്റോർ രണ്ടും ഓക്കെ അല്ല. ഓക്കെ അല്ല. ഇനി ഇത് കമ്മിറ്റ് ചെയ്യാം. മാറ്റാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. സ്റ്റേജ് കൊടുക്കൽ എന്തിനാന്നറിയോ? സ്റ്റേജ് കൊടുക്കുന്നതിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ ഞാനിത് അൺസ്റ്റേജ് ചെയ്യാണ് കേട്ടോ. RM ക്യാഷ് ചെയ്തെന്നത് പോയി, ഗിറ്റ് മറ്റേതും കൂടി പോയി. കമ്മിറ്റ് ചെയ്ത RM പോയതാണ് പെർ ഡേ. ഇനി ഗിറ്റ് RM എന്താണ്? സെക്കൻഡ് ഡോട്ട് ഡാർട്ട്. സെക്കൻഡ് ഡോട്ട് ഡാർട്ടിനെ നമ്മൾ അൺസ്റ്റേജ് ചെയ്തു. ക്യാഷ് കൊടുക്കണം അല്ലേ? അൺസ്റ്റേജ് ചെയ്തില്ലേ? ഓക്കെ, എവിടെ മെയിന്? മെയിന് കേറിയില്ല, മെയിന് കമ്മിറ്റ് ചെയ്തില്ല. ഇപ്പൊ വർക്കിംഗിൽ ഇല്ലല്ലോ. അത് ഇനി എപ്പോഴാ വർക്കിംഗിക്ക് വരിക? ഈ മെയിനിന്റെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ അത് പിന്നെയും വർക്കിംഗിക്ക് വരും. അപ്പൊ അവിടെ ന്യൂ ഫയൽ അല്ല വരിക, അപ്പൊ അത് മോഡിഫൈഡ് ഇറങ്ങാണ്ട് വരാം. മനസ്സിലാവുന്നുണ്ടോ? ന്യൂ പിന്നെ വർക്കിംഗിക്ക് വരും, മാറ്റണം. അപ്പൊ മാറ്റം വരുത്തിയത് മാറും. ആ ഫുൾ ഫയൽ കോപ്പി ആവില്ല, ആ മാറ്റം വരുത്തിയ ഭാഗം മാത്രമേ കയറുള്ളൂ. മറ്റേ ഫുൾ ഫയൽ കോപ്പി ചെയ്ത് പറഞ്ഞാൽ സൈസ് എല്ലാം കൂടും ഓരോ ഫയലിനും. മനസ്സിലാവുന്നുണ്ടോ? ഫുൾ ഫയൽ ഒരിക്കലും ഗിറ്റ് വേർഷനിൽ ഇടൂല. മാറ്റം വന്ന ലൈനുകൾ മാത്രമേ ഇടുള്ളൂ. അത് അതിന് മനസ്സിലാവും ഏതൊക്കെ മാറ്റം വന്നത്. അത് ചെക്ക് ചെയ്യും. അതിനൊക്കെ കമന്റുകളുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ ചേഞ്ച് വന്നത് മാത്രമേ അതിൽ സേവ് ആവുള്ളൂ. പിന്നെ മനസ്സിലാവുന്നു, ആ ഫുൾ ഫയൽ സേവ് ആവില്ല. ചേഞ്ച് വന്ന ഭാഗം മാത്രമേ സേവ് ആവൂ. മനസ്സിലാവുന്നുണ്ടോ? അത് നമുക്ക് നോക്കാം. ഇനി സെക്കൻഡ് ഡോട്ട് ഡാർട്ടിന് നമ്മൾ എന്തിനാ സ്റ്റേജിക്ക് ഇടുന്നതെന്ന് അറിയോ? ഇപ്പൊ സെക്കൻഡ് ഡോട്ട് ഡാർട്ട് ഓക്കെയാണ്. ഇത് ഇപ്പത്തെ സ്റ്റേറ്റിൽ ഓക്കെയാണ് അല്ല. അപ്പൊ ഞാൻ ഇതിനെ ഇതിന് ഡയറക്റ്റ് കമ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പൊ സ്റ്റേജിൽ ആരെങ്കിലും ഉണ്ടോ? സ്റ്റേജിൽ ഇല്ലാതെ നമുക്ക് കമ്മിറ്റ് കൊടുക്കാൻ പറ്റും? സ്റ്റേജിൽ ആരെങ്കിലും വേണ്ടേ കമ്മിറ്റ് ചെയ്യാൻ? സ്റ്റേജിൽ ആരും ഇല്ലല്ലോ. അപ്പൊ കമ്മിറ്റ് കൊടുക്കുമ്പോ എന്താണ് എറർ വരും? അപ്പൊ മെസ്സേജ് അവിടെ കൊടുക്കുന്നുണ്ട്, ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം വന്നത്? നത്തിങ് ആഡഡ് ടു കമ്മിറ്റ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് പറയുന്നത്? സ്റ്റേജിൽ ആരും ഇല്ല. ഓക്കെ, അത് ഓക്കെ അല്ല. നിങ്ങൾക്ക് സ്റ്റേജ് ചെയ്യാതെ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി കമ്മിറ്റ് ചെയ്തതോ? കമ്മിറ്റ് ചെയ്തൊക്കെ റീസെറ്റ് ആക്കാം. ഇതിനെല്ലാം പറ്റും. അതുകൊണ്ട് നമ്മൾ ഗിറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ഈ ആഡ് സ്റ്റേജ് എന്തിനാ ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഈ സെക്കൻഡ് ഡോട്ട് ഡാർട്ടിൽ മോഡിഫിക്കേഷൻ ചെയ്തു. ഇത് ഞാൻ സ്റ്റേജ് ചെയ്യാണ്. ഇത് സ്റ്റേജ് ചെയ്തു. ഇത് ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഇപ്പൊ ഇത് ഓക്കെയാണ്, ഈ ഫയൽ ഓക്കെയാണ്. ഇനി ഇതിന്റെ ഉള്ളിൽ ഞാൻ ബോഡി കൊടുക്കുകയാണ്. ബോഡി കൊടുക്കാൻ പോവാണ്.
ആദ്യം ഇത് തൽക്കാലം ഞാൻ ഇതൊന്ന് കമ്മിറ്റ് ചെയ്യട്ടെ. ആദ്യം ഈ ന്യൂ ഫയൽ ഉള്ളതൊന്ന് കമ്മിറ്റ് ചെയ്യട്ടെ, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ഇതൊന്ന് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾക്ക് ഹൈഫോൺ എം വെച്ച് ചെയ്യുന്നുണ്ട്. മറ്റേ നമ്മൾ ഏതാ എഡിറ്റർ വെച്ചിട്ടില്ലേ ആഡ് സെക്കൻഡ് ഫയൽ എന്ന് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അല്ല. ഇപ്പൊ സ്റ്റാറ്റസ് അടിച്ച ആരൊക്കെ ഉണ്ടാവും? തേർഡ് മാത്രം ഉണ്ടാവും അല്ലേ? തേർഡ് മാത്രമേ ഉണ്ടാവും അല്ല? അതൊക്കെ അല്ല, മറ്റേ രണ്ടും കയറി. ഇനി ഞാൻ ഇതിന് ബോഡി കൊടുക്കട്ടോ. ഇനി ഇതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത് എവിടുക്ക പോവാ? ആദ്യം എവിടുക്ക പോവാ? വർക്കിംഗ് ട്രീക്ക് പോവും. അതൊക്കെ അല്ല നിങ്ങൾക്ക്. ഇനി ഞാൻ ഇതിന്റെ ബോഡി കൊടുക്കാണ്. ഒരു പ്രിന്റ് ഹലോ എന്ന് കൊടുക്കുന്നുണ്ട്. ഇതിലൊക്കെ അല്ല, ഞാൻ സേവ് ചെയ്തു. ഇനി ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാല് ആരൊക്കെ ഉണ്ടാവും? തേർഡും സെക്കൻഡും ഉണ്ടാവും അല്ല? അതിൽ പ്രശ്നമില്ലല്ലോ. അതിൽ രണ്ടിലും റെഡ് ആയി കാരണം, പക്ഷെ തേർഡ് വേറെ സെക്ഷനും സെക്കൻഡ് വേറെ സെക്ഷനും ആയി കണ്ടേക്കാരം കൊടുത്തിട്ടുണ്ടാവാം. കാരണം തേർഡ് അൺട്രാക്ഡ് ഫയലാണ്. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? അൺട്രാക്ഡ് ഫയൽ എന്നാണ്. അൺട്രാക്ഡ് ഫയൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയൽ അതിൽ ആഡ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് തവണ പോലും ആഡ് ചെയ്താത്ത ഫയലാണ്. മനസ്സിലാവും? ന്യൂ ഫയലാണിത്. മനസ്സിലാവുന്നുണ്ടോ? ന്യൂ ഫയലിനൊക്കെ കമാൻഡുകൾ വേറെയാണ്. ഞാൻ പറഞ്ഞില്ല, ന്യൂ ഫയലിന് കമാൻഡ് വേറെയാണ്, മോഡിഫൈഡിന് വേറെ കമാൻഡാണ്. ഓക്കെ, അതൊക്കെ അല്ലേ? അപ്പൊ ഇത് മോഡിഫൈഡ് ഇറങ്ങേണ്ടി വരാം. നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് നോക്കാം. ഇത് കുഴപ്പമില്ല. രണ്ട് സെക്ഷൻ ആയിട്ട് വന്നത് എന്തുകൊണ്ടാണ്? ഈ റെഡ് ആണ്. റെഡ് ആവുമ്പോ എന്താണ്? അത് രണ്ടും സ്റ്റേജിലാണ്, രണ്ടും സ്റ്റേജിങ് ഏരിയയിലുള്ളതാണ്. പക്ഷെ ഒന്ന് എന്താണ്? രണ്ടും വർക്കിംഗ് ട്രീയിലുള്ളതാണ്. പക്ഷെ ഒന്ന് ന്യൂ ഫയലാണ്, ഒന്ന് മോഡിഫൈഡ് ആണ്. ഇതൊക്കെ അല്ല. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ട് ആർക്കെങ്കിലും? വർക്കിംഗ് ട്രീക്കാണ് ആദ്യം വരുന്നതൊക്കെ ഓക്കെ അല്ല? ഇനി ഞാൻ ഇതിനെ ഈ സെക്കൻഡ് ഡോട്ട് ആർട്ടിനെ താഴെ ഇറക്കി കഴിഞ്ഞാല് എന്ത് സംഭവിക്കാം? പോവും. എന്താ പോവല്? ഇപ്പൊ ആഡ് ചെയ്ത് ഇപ്പൊ മോഡിഫൈ ചെയ്തത് പോവും. അപ്പൊ ഏതിക്കാവും? പണ്ടത്തെ ബോഡി ഇല്ലാത്തീമൊക്കാവും. അതിന് സംശയമല്ല. ഇപ്പൊ ഈ സെക്കൻഡ് ഡോട്ട് ആർട്ട് മോഡിഫൈഡ് ആണ് അല്ലെ? അപ്പൊ സ്റ്റേജിങ് വർക്കിംഗ് ട്രീയിലുണ്ട്. ഈ വർക്കിംഗ് ട്രീന്ന് ഇതിനെ ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ പോയി, ഗിറ്റിന്ന് പോയി. ഗിറ്റിന്ന് പോകുമ്പോ എന്താ സംഭവിക്കല്? മോഡിഫൈ ചെയ്തത് ആവും. മോഡിഫൈ ചെയ്ത് പോകുമ്പോ ബോഡി ഇല്ലാത്ത ഹലോ ആവും അവിടെ. ഇപ്പൊ ആഡ് ചെയ്ത മോഡിഫിക്കേഷൻ ഒക്കെ റീസെറ്റ് ആക്കും. മനസ്സിലാവുന്നുണ്ടോ? പഴയതുപോലെ ആവും. ബ്രാഞ്ചിക്കൊന്നും മാറില്ല. അത് വർക്കിംഗ് ട്രീന്നെ ഇറങ്ങി. ബ്രാഞ്ചിക്കൊക്കെ തന്നെ ഇനി 2 സ്റ്റെപ്പ് കളയണ്ട. ഈ സംഭവം നമ്മൾ ഓൾറെഡി എഴുതി വെച്ച്. അത് ബ്രാഞ്ചിലുണ്ട്, കമ്മിറ്റ് ചെയ്തതാണ്. അത് കമ്മിറ്റ് ചെയ്ത് അത് ഇനി പോകില്ല. അത് പോകാൻ വേറെ കമാൻഡ് ആവണം. അത് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ അല്ലേ? ഓൾറെഡി ബോഡി ഇല്ലാത്തത് ഓൾറെഡി നമ്മൾ സേവ് ചെയ്തതാണ്. സേവ് ചെയ്ത സാധനമാണ്. അത് ഇനി പോകില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ വർക്കിംഗ് ട്രീ അതാ ഞാൻ പറഞ്ഞു, വേറെ വേറെ ഏരിയ ഉണ്ട് എന്നുള്ളത്. ഒരു ഏരിയ കളഞ്ഞാൽ ബാക്കിയുള്ള ഏരിയ അഫക്ട് ചെയ്യും. മറ്റേത് അവിടെ തന്നെ ഉണ്ട്. ഫുൾ ഫയൽ അവിടെ ഉണ്ട്. ഈ മോഡിഫൈ ചെയ്ത ഭാഗം മാത്രം വർക്കിംഗ് ട്രീക്ക് വന്നത്. അത് അതിനെ ഇറക്കി. അപ്പൊ മറ്റേത് ഒറിജിനൽ കിട്ടി. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? സംശയം? പ്രിന്റാലോ പോവും. അത്രേ ഉള്ളൂ. ഇനി ഇതിനെ ഇറക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്നത് ഗിറ്റ് റീസ്റ്റോർ. ന്യൂ ഫയൽ ആണെങ്കിൽ ഗിറ്റ് RM ക്യാഷ് ഇടും. ഇത് ഗിറ്റ് റീസ്റ്റോർ. ഓക്കെ, സ്റ്റേജിൽ കൊടുക്കല് സ്റ്റേജിൽ നിന്ന് ഇറക്കാനും. ഇത് സ്റ്റേജിലല്ലല്ലോ. ഇത് എവിടെ നിൽക്കുന്നത്? വർക്കിംഗ് ട്രീയില്. വർക്കിംഗ് ട്രീന് സ്റ്റേജിന് വേണ്ട. ഗിറ്റ് റീസ്റ്റോർ സെക്കൻഡ് ഡോട്ട് ആർട്ട്. ഈ കമാൻഡിൽ സംശയം ഉണ്ടാ? ഇപ്പൊ നമ്മൾ എന്താ ഈ കമാൻഡോട് ഉദ്ദേശിക്കുന്നത്? സെക്കൻഡ് ഡോട്ട് ആർട്ടിനെ താഴെ ഇറക്കാനോ പറയുന്നത്. അപ്പോ ഈ പ്രിന്റ് ആലോ പോവും. അത്രേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ പറയും നമുക്ക് എൻ്റർ അടിക്കാം. എഴുതി കഴിഞ്ഞാ ഓക്കെ അല്ല? ഇപ്പൊ ഞാൻ എൻ്റർ അടിക്കുമ്പോ ഇവിടെ ഇത് മാറി. കണ്ട? എഡിറ്ററിൽ സാധനം പോയി. ഇവിടുന്ന് ഇപ്പൊ സാധനം പോവല്ലോ. ഇത് ഓക്കെ അല്ല? പ്രശ്നമില്ലല്ലോ? എനിക്ക് ഓക്കെ അല്ല? എല്ലാവർക്കും ഓക്കെ അല്ല? സിമ്പിൾ സാധനമാണ്. മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞാൽ മതി.
റിപ്പീറ്റ് വേണം. എഡിറ്റ് ചെയ്ത് ഇതിന്റെ ബ്രാഞ്ചിലേക്ക് മാറ്റുമ്പോ മറ്റേ ആ സാധനം എക്സ്ട്രാ മറ്റേ ആഡ് ആവും. എവിടെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ബ്രാഞ്ചിലേക്ക് മാറ്റുമ്പോ നമ്മൾ ആദ്യം സേവ് ചെയ്തിട്ട് ഈ ചേഞ്ച് ചെയ്തിട്ട് പഴയതുപോലെ ലാസ്റ്റ് കമ്മിറ്റിയിലുള്ള പോലെ ബ്രാഞ്ചിലുള്ളത് പോലെ ആയിപ്പോ മനസ്സിലാവണ്ട. അതായത് പറഞ്ഞു 3 ഏരിയ ഉണ്ട്. അതിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് വർക്കിംഗ് ട്രീയിലാ വരാം. അപ്പൊ ബാക്കിയുള്ളത് നോക്കൂല. വർക്കിംഗ് ട്രീയിൽ ഉള്ളത് ഏതാണോ അതാണ് ആദ്യം കാണിക്കുക. വർക്കിംഗ് ട്രീയിൽ ഇല്ലെങ്കിൽ പിന്നെ സ്റ്റേജിലുള്ള കാണിക്കുക. സ്റ്റേജിലും ഇല്ലെങ്കിൽ പിന്നെ ബ്രാഞ്ചിലുള്ളത് കാണിക്കുക. അങ്ങനെയാണ് അതിന്റെ കാണിക്കുന്ന രീതി. മനസ്സിലാവുന്നുണ്ട്? ഇപ്പൊ ഈ മെയിൻ ഡാറ്റ എവിടൊക്കെ ഉണ്ട്? ബ്രാഞ്ചിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതാ കാണിക്കുന്നത്. ബ്രാഞ്ചിലും വർക്കിംഗ് ട്രീയിലും കൂടെ വന്നിരുന്നു എപ്പോ നേരത്തെ മോഡിഫൈ ചെയ്തപ്പോ. അപ്പൊ ഏതാ കാണിക്കില്ല? വർക്കിംഗ് ട്രീയിലുള്ളതും ബ്രാഞ്ചിലുള്ളതും മിക്സ് ആയിക്കാണ്ട കാണിക്കും. ബ്രാഞ്ചില് ബോഡി ഇല്ലാതെ വർക്കിംഗ് ട്രീയിൽ അതിന്റെ അടിയിൽ ബോഡി കയറ്റി അത് രണ്ടും കൂടി ഇല്ലാതാ കാണിക്കാം. നീ മനസ്സിലായ? ഇനി സ്റ്റേജിലും കൂടി ഉണ്ടെങ്കിലോ 3 കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കാണിക്കുക. ഓക്കെ അല്ലേ? സംശയമില്ലല്ലോ? സിമ്പിൾ സാധനമാണ്, പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ലേ? വർക്കിംഗ് ട്രീയിൽ ഉണ്ടെങ്കിൽ അതാണ് ആദ്യം കാണിക്കുക. വർക്കിംഗ് ട്രീയിൽ ഇല്ലെങ്കിൽ പിന്നെ സ്റ്റേജ് എടുത്താ കാണിക്കുക. സ്റ്റേജിൽ ഇല്ലെങ്കിൽ ബ്രാഞ്ച് എടുത്താണ് കാണിക്കുക. ഓക്കെ, ആ പ്രയോറിറ്റി ഇതാ. വർക്കിംഗ് ട്രീക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. അതാണ്, അത് ഉണ്ടെങ്കിൽ അത് മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ അല്ല? ഇനി ഞാന് ഇവിടെ ഒരു പ്രിന്റ് ഹലോ കൊടുക്കണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ പ്രിന്റ് ഹലോ ഞാൻ കൊടുത്ത്. ഓക്കെ, അതിനുശേഷം ഞാനൊരു ഗിറ്റ് ആഡ് സെക്കൻഡ് ഡോട്ട് കൊടുത്ത്. ഇപ്പൊ ഇത് സ്റ്റേജിക്ക് ആയി. ഇത്രയും ഭാഗങ്ങളും ഓക്കെ അല്ല? ഇപ്പൊ ഇത് മോഡിഫൈഡ് ആയിട്ട് സ്റ്റേജിക്ക് കയറി. ഇനി ഞാൻ ഇതിനെ പിന്നെയും എഡിറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് എനിക്ക് ഓക്കെയാണ്. ഈ സാധനം എനിക്ക് ഓക്കെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഞാൻ ഇതിൽ പിന്നെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്ത് സംഭവിക്കാം? ഇപ്പൊ ഞാനൊരു ഫോർ ലൂപ്പ് ഇവിടെ കൊടുത്ത്. ആ ഫോർ ലൂപ്പ് ഇൻഫിനിറ്റ് ലൂപ്പാണ്. ഇത് പ്രശ്നമുള്ള കോഡാണ്. ഈ കോഡ് ഒരിക്കലും തീരൂല അല്ല. ഈ ലൂപ്പ് എപ്പോഴെങ്കിലും എക്സിറ്റ് ആവോ? ഇല്ല. ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേക്കും, സാധനം സ്റ്റക്കായി നിൽക്കും. ഇപ്പൊ ഈ കോഡിൽ പ്രശ്നം വന്നെന്ന് വിചാരിക്കാം. ഇപ്പൊ ഗിറ്റ് സ്റ്റാറ്റസ് എന്താണുള്ളത്? ഇത് നോക്ക്. ഇപ്പൊ മെയിൻ എവിടെയൊക്കെ ഉണ്ട് അതാണ് ചോദ്യം. സെക്കൻഡ്, സോറി, ഇപ്പൊ സെക്കൻഡ് എവിടെയൊക്കെ ഉള്ളത്? സ്റ്റേജിലുണ്ട്, വർക്കിംഗ് ട്രീയിലുണ്ട്, ബ്രാഞ്ചിലും ഉണ്ട്. മനസ്സിലായില്ല? ഇത്രയും കാര്യങ്ങളും ഒക്കെ അല്ല. അതിൽ സ്റ്റേജിലുള്ളത് ഏതാണ്? ഈ ഫോർ ലൂപ്പ് ഇല്ലാത്തത്. മനസ്സിലാവുന്നുണ്ടോ? ഫോർ ലൂപ്പ് ഇല്ലാത്തതാണ് സ്റ്റേജിലുള്ളത്. വർക്കിംഗ് ട്രീയിലുള്ളത് ഫോർ ലൂപ്പ് ഉള്ളത്. ബ്രാഞ്ചിലുള്ളത് ബോഡിയെ ഇല്ലാത്തത്. മനസ്സിലാവുന്നുണ്ടോ? 3 വെർഷനാണ് ഉള്ളത്. ഇത്രയും കാര്യങ്ങളും ഓക്കെയാണ് നിങ്ങൾക്ക്? ഇതില് പ്രശ്നം 3ലും 3 രീതിക്കാണ് ഈ സാധനം കെടുക്കുന്നത്, ഈ ഫയൽ കെടുക്കുന്നത്. ഇത് ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഇപ്പൊ ഇതിൽ ഏതാ കാണിക്കുന്നത്? വർക്കിംഗ് ട്രീയിലുള്ളത് അല്ല. വർക്കിംഗ് ട്രീയിൽ ഇല്ലെങ്കിൽ ഏതാ കാണിക്കല്? സ്റ്റേജിലുള്ളത്. സ്റ്റേജിൽ ഇല്ലെങ്കിൽ ഏതാ കാണിക്കല്? ബ്രാഞ്ചിലുള്ളത്. അത്രയും ഓക്കെ അല്ല? ഇനി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇത് ഓക്കെ അല്ല എന്ന് തോന്നുന്നു. ഇതിൽ ഈ ലൂപ്പ് പ്രശ്നമാണ്. അപ്പോ ഇപ്പൊ ഞാനിത് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാല് എന്ത് സംഭവിക്കാം? ഇപ്പൊ സേവ് ചെയ്തത് എന്ത് മാത്രമേ ഉള്ളൂ? ബോഡി ഇല്ലാത്തത് മാത്രമേ സേവ് ആയിട്ടുള്ളൂ. ഇപ്പൊ ഞാനിത് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാല് എനിക്ക് ശരിക്കും എവിടേക്കാ പോകേണ്ടത്? ഈ പ്രശ്നമുള്ള കോഡ് മാത്രം എനിക്ക് പോയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ആ പ്രിന്റ് അവിടെ നിൽക്കണം. പ്രശ്നമുള്ളത് മാത്രം പോയാൽ മതി. അപ്പൊ ഞാൻ ഏതൊക്കെ റീസ്റ്റോർ ചെയ്യേണ്ടത്? സ്റ്റേജിടത്തേക്ക് റീസ്റ്റോർ ചെയ്യേണ്ടത്. സ്റ്റേജിലുള്ള ഓക്കെ ഉള്ള കോഡല്ലേ, അതിനാണ് സ്റ്റേജിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ ആയിട്ട് ടെസ്റ്റിംഗ് ആയിട്ടുണ്ട്, പക്ഷെ കമ്മിറ്റിന് പോവാൻ ഇനിയും കുറച്ചും കൂടി ചെയ്യാണ്ട്. ഇപ്പൊ ഇതുവരെ ചെയ്തതെല്ലാം ഓക്കെയാണ്. കമ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും കുറച്ചും കൂടി കോഡ് ചെയ്യാണ്ട് അതിങ്ങനെ ടെസ്റ്റ് ചെയ്യാം. വർക്കിംഗ് ട്രീയിൽ ഇട്ട് ടെസ്റ്റ് ചെയ്തത് മാത്രം ഓക്കെ ആയത് മാത്രം സ്റ്റേജിക്ക് കയറ്റി ഇങ്ങനെ പോവാം. ഒരേ ഫയൽ തന്നെ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു? ഒന്നും കൂടി ശ്രദ്ധിക്കട്ടോ. ഇപ്പോ ഈ സ്റ്റേജിലുള്ളത് വർക്കിംഗ് കോഡാണ്. സ്റ്റേജിലുള്ളത് എന്താണ്? വർക്കിംഗ് ആയിട്ടുള്ള പെർഫെക്റ്റ് കോഡാണ്, ടെസ്റ്റ് ചെയ്ത കോഡാണ്. ഇനി ഞാൻ ഇനിയും ഈ ഫംഗ്ഷനിൽ പിന്നെയും മോഡിഫിക്കേഷൻ ചെയ്യാണ്. അതൊക്കെ വരുന്നത് എവിടേക്കാണ്? വർക്കിംഗ് ട്രീയിൽ. വർക്കിംഗ് ട്രീയിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയത് മാത്രം ഞാൻ പിന്നെയും ആഡ് കൊടുക്കും. ഇനിയും ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ആഡ് സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ഈ സാധനം കൂടി സ്റ്റേജിൽ കയറും. ഇപ്പൊ സ്റ്റേജില് ഇത് രണ്ടും കൂടി കയറിയ പഴയ സ്റ്റേജിന്റെ സാധനം കളഞ്ഞിട്ട് പുതിയത് കയറും.
ലാസ്റ്റ് ഏതാണ് സ്റ്റേജിൽ കയറ്റിയത് അതാണ് വരിക. ലാസ്റ്റ് ഇപ്പൊ ഈ ഫയലിന് സ്റ്റേജിൽ കയറ്റിയത് പ്രിന്റ് മാത്രം ഉള്ളതാണ്. ഇപ്പൊ ഈ ഫോർ ലൂപ്പ് എനിക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇതിനെ ഞാൻ ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഇത് സ്റ്റേജിൽ കയറും. മനസ്സിലാവും? വർക്കിംഗ് ട്രീ ക്ലീൻ ആവും. പിന്നെ ഞാൻ വർക്കിംഗ് ട്രീയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് വർക്കിംഗ് ട്രീയിൽ ഉണ്ടാവും. സ്റ്റേജിൽ ഈ രണ്ടെണ്ണം ഫോർ ലൂപ്പ് അതും കൂടി വരും. മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ ഓക്കെ ആയത് മാത്രം സ്റ്റേജിൽ കയറ്റാം. അവസാനം സ്റ്റേജിൽ കയറ്റി ഇത് ഈ ഫംഗ്ഷൻ ഫുൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, കമ്മിറ്റ് ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ എന്തിനാണ് സ്റ്റേജ്? കമ്മിറ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ളതുകൾ എടുത്തു വെക്കാനുള്ള ഒരു ഏരിയയാണ്. മനസ്സിലാവുന്നുണ്ടോ? കമ്മിറ്റ് ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെക്കാനുള്ള ഒരു ഏരിയ. എനിക്ക് മനസ്സിലാവുന്നു? സാധനങ്ങളൊക്കെ ഓക്കെ അല്ലേ? സിമ്പിൾ സാധനമാണ്. ഓക്കെ അല്ലേ? പ്രശ്നമല്ലല്ലോ. ഇപ്പൊ ഞാൻ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ പോകും? സ്റ്റേജിക്ക് പോകും. ഇപ്പൊ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ഓടി പോവോ? ഫോർ ലൂപ്പ് മാത്രമേ പോകുള്ളൂ അല്ല? അതിന് സംശയമില്ലല്ലോ. റീസ്റ്റോർ ചെയ്യണം. ഗിറ്റ് റീസ്റ്റോർ, എന്താണ് അതിന്റെ പേര്? സെക്കൻഡ് ഡോട്ട്. ഇപ്പൊ എന്താ പോയത്? ഫോർ ലൂപ്പ് പോയി. ഇതിന് സംശയമില്ലല്ലോ. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? സംശയത്തിന് പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ല? സിമ്പിൾ സാധനമാണ്. ഓക്കെ അല്ല? കുഴപ്പമില്ലല്ലോ. നമുക്കൊരു പ്രിന്റും കൂടി കൊടുത്തുകൊണ്ട് അത് കമ്മിറ്റ് ചെയ്യണം. ഒരു ഫയൽ മാത്രമല്ല ടെസ്റ്റ് സ്റ്റേജിൽ ചെയ്യാം. ഇനി ഞാൻ ഈ തേർഡും കൂടി ചെയ്യണം. ഇനി തേർഡ് ചെയ്യാം. അതെ. ഓക്കെ, ബായ് തുടങ്ങേണ്ട ഒരു ഫംഗ്ഷൻ തേർഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് എവിടെയാ വന്നത്? വർക്കിംഗ് ട്രീയിൽ അല്ല? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഓക്കെ ആണ്. ഇത് ഓക്കെ, നമ്മൾ ടെസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കും. ഇത് ഓക്കെ ആണ്. അപ്പൊ നമ്മൾ സ്റ്റേജിൽ കയറ്റണം. ഓക്കെ, അപ്പൊ സ്റ്റേജിൽ ഇപ്പൊ ഏതൊക്കെ വരും? ഇത് സ്റ്റേജിൽ കയറ്റി കഴിഞ്ഞാല് സെക്കൻഡും തേർഡും വരും. അതിൽ പ്രശ്നമില്ലല്ലോ. ഇപ്പോ സെക്കൻഡ് ഓൾറെഡി സ്റ്റേജിലുണ്ട്, തേർഡ് എവിടെ നിൽക്കുന്നുണ്ട്? അൺട്രാക്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളും ഓക്കെ അല്ല? ഇനി തേർഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഗിറ്റ് ആഡ് കൊടുക്കണം. ഇപ്പൊ തേർഡ് എവിടേക്ക് പോയി? സ്റ്റേജിൽ പോയി. ഇപ്പൊ രണ്ടെണ്ണം സ്റ്റേജിലുണ്ട് കമ്മിറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ കമ്മിറ്റ് ചെയ്ത ഏതൊക്കെ സേവ് ആവും? ഏതൊക്കെ ഫയൽ കമ്മിറ്റ് ആവും? രണ്ട് ഫയൽ കമ്മിറ്റ് ആവും. ഇതില് പ്രശ്നമില്ലല്ലോ. സിമ്പിൾ അല്ല? റെഡിയില്ല? ഗിറ്റ് കമ്മിറ്റ് ആഡ് ന്യൂ ഫയൽ എന്ന് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത് ഇങ്ങനെയല്ല കൊടുക്കില്ലേട്ടാ. ഈ കമ്മിറ്റ് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? ആഡഡ് ന്യൂ ഫയൽ എന്ന് ടൈറ്റിൽ കൊടുക്കുന്നത്. ഇതിലിപ്പോ എന്തൊക്കെയാ ആഡഡ്? എന്താണ്? തേർഡ് ഡോട്ട് ഡാർട്ടും പിന്നെ അപ്ഡേറ്റഡ് എന്തൊക്കെയാണ് ചെയ്തത് അതൊക്കെ കൊടുക്കണം ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കേട്ടാ. ഇതൊക്കെ അല്ലേ? കമന്റ് കൊടുക്കുക. ഈ സാധനം ഓക്കെ അല്ലേ? മെസ്സേജ് കൊടുക്കാണ് കമ്മിറ്റ് മെസ്സേജ്. പ്രശ്നമില്ലല്ലോ. എസ്കേപ്പ് കൊടുത്ത് റൈറ്റും ക്വിറ്റും ചെയ്യണം. എക്സിറ്റ് ആവുന്നു. ഇനി ഗിറ്റ് ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കമ്മിറ്റ് ഉണ്ടാവും? 2 കമ്മിറ്റ്. ഓക്കെ അല്ലേ? ഗിറ്റ് ലോഗ് എന്തിനാ ചെയ്യുന്നത്? കമ്മിറ്റുകൾ കാണാൻ. ഏതിലത്തെ കമ്മിറ്റ് കാണാൻ? ഇപ്പത്തെ ബ്രാഞ്ചിന്റെ കമ്മിറ്റ് കാണാൻ. ഇപ്പൊ ഏതാ ബ്രാഞ്ച്? മാസ്റ്റർ. ഇതിലൊന്നും പ്രശ്നമില്ലല്ലോ. മാസ്റ്റർ ബ്രാഞ്ചിലാണ്. അതിലിപ്പോ എത്ര കമ്മിറ്റ് ഉണ്ട്? 2 കമ്മിറ്റ്. ഗിറ്റ് ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. അതിൽ പ്രശ്നമില്ലല്ലോ. ഗിറ്റ് ലോഗ് 3 ഉണ്ട് അല്ലേ? ഇതിന് മുന്നേ ഒരു സെക്കൻഡും കൂടി ഇട്ടു. ഓക്കെ അല്ല? ഇതൊക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. എന്തൊക്കെയുണ്ട്? ആരാണ് ചെയ്തതെന്നുണ്ടാവും. പിന്നെ ഡേറ്റും ടൈമും ഉണ്ടാവും. അതിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുണ്ടാവും. പ്രശ്നമില്ലല്ലോ. ഇത് ഓരോ കമ്മിറ്റിനും ഓരോ ID ഉണ്ടാവും കേട്ടോ. നമുക്ക് ഇതിന്റെ കമ്മിറ്റ് ID എന്ന് പറയാം ഈ സാധനം. ഓക്കെ, ഇതെന്താണ്? കമ്മിറ്റ് ID. ഓക്കെ അല്ല? സെറ്റ് അല്ല? ഓരോ കമ്മിറ്റിനും ഓരോ ID വെച്ചിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യല്. ഈ സേവ് ചെയ്യുമ്പോൾ ഒരു ID ആണ് കൊടുക്കല്ലേ. ഓക്കെ, പിന്നെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് അറിയാം? ഹെഡ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ VS കോഡിൽ ഇപ്പൊ ഏതാ കാണിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാം.
മനസ്സിലായില്ലല്ലോ. ഇപ്പൊ ഈ VS കോഡിലുണ്ടല്ലോ എന്താണ് കാണിക്കുന്നത് എന്നുള്ളതാണ്, ഏത് വേർഷൻ ആണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഏതാ കാണിക്കുന്നത്? ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ, അതായത് ഈ കമ്മിറ്റത്തെ ഏറ്റവും മേലത്തെ സാധനം അല്ലെ. ഇത് ഫസ്റ്റ് കമ്മിറ്റ്, ഇത് ഓക്കെ അല്ല, ഇത് നമ്മളുടെ ഫസ്റ്റ് കമ്മിറ്റ്, ഇത് മെയിൻ ഡോട്ട് ഡാറ്റ ആഡ് ചെയ്ത് അതിന്റെ മേലെ നമ്മൾ ഇത് വെച്ചു, അതിന്റെ മേലെ ഇപ്പൊ പുതിയ ഒരു കമ്മിറ്റ് ഇട്ടു, ഇതൊക്കെ അല്ല. ഇതാണ് ഇപ്പൊ ഹെഡ്. ഇപ്പൊ ഹെഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിത്തെ സാധനങ്ങളാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ? ഈ VS കോഡിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ല, ഹെഡ് മാറ്റാൻ പറ്റും. ഓക്കെ അല്ല, ഇനി നമുക്ക് പറയാനുള്ളത് ആദ്യം റിമോട്ട് റെപ്പോസിറ്ററിയും കൂടി ആദ്യം പോവാം, എന്നാലും നിങ്ങൾക്ക് കുറച്ച് സെറ്റ് ആവും. റിമോട്ട് റെപ്പോസിറ്ററി ലോക്കലിൽ ഇനിയും കുറെ പറയാനുണ്ട് കേട്ടോ. ബ്രാഞ്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല, ഈ ഹെഡ്ക്ക് മാറുള്ള എങ്ങനെയാണ് പറഞ്ഞിട്ടില്ല, അങ്ങനെ കുറെ സാധനങ്ങൾ പറയാനുണ്ട്. മെയിലാണ് ഇപ്പൊ, മാസ്റ്ററിലാണ് ഇപ്പൊ ഉള്ളത്. നാലാമത്തെ പറഞ്ഞിട്ടില്ല അല്ലെ. ബ്രാഞ്ച് അതിന്റെ ബാക്കില്, സ്റ്റേജ് അതിന്റെ ബാക്കിൽ വർക്കിംഗ്. നാലാമത് ഒരു ഏരിയ ഉണ്ട്, അത് ഇതിലൊന്നും പെടാത്ത ഏരിയ. ഇതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറുന്നതാണ്, മനസ്സിലാവുന്നുണ്ട്. ഈ സ്റ്റെപ്പിൽ ലാസ്റ്റ് സ്റ്റെപ്പിലെത്തിയാൽ സേവ് ആയി, അതാണ് അതിന്റെ മീനിങ്. നാലാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പെടാത്തതാണ്. ഓക്കെ, ഇതില് പെടാത്തൊരു സെപ്പറേറ്റ് മെമ്മറിയാണ് സ്റ്റാഷ് എന്ന് തന്നെ പറയാം. സ്റ്റാഷ്, STASH, സ്റ്റാഷ് ഏരിയ കേട്ടോ. സ്റ്റാഷ്, STASH, സ്റ്റാഷ്. അതെന്താ ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ല, സ്റ്റാഷ് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാക്കാണ്, വേറൊരു സ്റ്റാക്ക്. ഇതൊന്നും അല്ലാത്ത, ബ്രാഞ്ച് അല്ലാത്ത വേറൊരു സ്റ്റാക്ക്. ഈ സ്റ്റാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിക്ക് ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കാനും പറ്റും. പക്ഷെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, സ്റ്റാഷിക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്കിംഗ് ട്രീയിലും സ്റ്റേജിങ്ങിലൊക്കെ ഉള്ള സാധനങ്ങള് സ്റ്റാഷിക്ക് ആഡ് ആവും. ഇപ്പൊ ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ബ്രാഞ്ചിൽ, ഒരു മാസ്റ്ററിൽ ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഇവനൊരു വർക്ക് ചെയ്തു, അത് മാസ്റ്റർക്ക് ഇട്ടിട്ടുണ്ട്. പക്ഷെ ഇന്റെ മാസ്റ്ററിൽ അത് പുള്ള് ചെയ്തിട്ടില്ല. പക്ഷെ അത് പുള്ള് പറയണമെങ്കിൽ, പുഷും പുള്ളൊക്കെ പറയണമെങ്കിൽ റിമോട്ട് പറയണം. അതായത് ഇവന്റെയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവന് ഇപ്പൊ ഞാനൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. ആ വർക്ക് ഇപ്പൊ തൽക്കാലം ടെമ്പററി ആയിട്ട് അത് മാറ്റിയിട്ട് എനിക്ക് വേറൊരു വർക്ക് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം, ഒരു ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുക, അതിപ്പോ വേണ്ട, പ്രയോറിറ്റി ആയിട്ട് വേറൊരു ഫംഗ്ഷൻ നമുക്ക് മാനേജർ തന്നു. അപ്പൊ ഈ പണി നിർത്തിയിട്ട് അത് ചെയ്യുന്ന പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ പണി സ്റ്റാഷിക്ക് ഇടും. പകുതിക്ക് നിർത്തി നമ്മൾ ഇത് കളയാൻ പറ്റില്ലല്ലോ. മനസ്സിലാവണ്ട? ഈ സാധനം നമുക്ക് വേണം, കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ട്. അപ്പൊ ഈ സാധനം നമ്മൾ സ്റ്റാഷിക്ക് ഇടുമ്പോ നമ്മുടെ സ്റ്റേജിങ്ങിലുള്ളതും വർക്കിംഗ് ട്രീയിലുള്ളതും കൂടെ മിക്സ് ആക്കിയിട്ട് സ്റ്റാഷ് പോയി കൊടുക്കും. സ്റ്റാഷിൽ ഒരു എൻട്രി ആയിട്ട് പോയി കൊടുക്കും, ഒക്കെപ്പാടെ മിക്സ് ആക്കി. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ സ്റ്റാഷിൽ എന്തുണ്ട്? ഒരു സാധനം ഉണ്ട്, മനസ്സിലാവുന്നുണ്ട്? അതേപോലെ എത്രണ്ണം വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും. പക്ഷെ എടുക്കുമ്പോ മേലത്തെ എടുത്തിട്ട് അടിയത്തെ എടുക്കാൻ പറ്റും. സ്റ്റാക്കാണ്, മനസ്സിലാവുന്നുണ്ടോ? മേലത്തെ ആദ്യം എടുക്കണം, നല്ല അടിയത്തെ കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്റെ വർക്കിംഗ് ട്രീയിൽ എന്താ ഉണ്ടാവില്ല? വർക്കിംഗ് ട്രീ സ്റ്റേജിങ്ങിലൊക്കെ ഒന്നും ഉണ്ടാവില്ല, കാരണം അത് സ്റ്റാഷ് പോയില്ല. നല്ല എനിക്ക് വേറെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് ക്ലീൻ ആവണ്ടേ? എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടി പറയാം. ഇപ്പൊ ഇപ്പൊ എന്റെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. ഇപ്പൊ ഞാന് സെക്കൻഡ് ഡോട്ട് ആർട്ടില് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, ഞാൻ ഇതില് ഒരു വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് കോഡൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ ഇത് എവിടെ പോയിട്ടുണ്ടാവുക? വർക്കിംഗ് ട്രീയിൽ. ഇപ്പൊ ഈ സാധനം വർക്കിംഗ് ട്രീയിൽ ഉണ്ട്. വർക്കിംഗ് ട്രീയിൽ ഉണ്ട്. ഇപ്പൊ എനിക്ക് വേറൊരു വർക്ക് വന്നു. അപ്പൊ ഇത് റീസ്റ്റോർ ചെയ്യണം. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് റീസ്റ്റോർ ചെയ്തിട്ട് എനിക്ക് വേറെ വർക്ക് എടുക്കണം. ഇത് റീസ്റ്റോർ ചെയ്ത് എന്ത് സംഭവിക്കും? ഇത് വർക്കിംഗ് ട്രീയിൽ നിന്ന് ഇറങ്ങും, ഈ സാധനം പോവും. കമ്മിറ്റിൽ ഏതാ ഉള്ളത് അതാണ് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലാവുന്നില്ലേ? അല്ലെങ്കിൽ സ്റ്റേജിലുള്ള കിട്ടുള്ളൂ. അല്ല, ഇത് റീസ്റ്റോർ ആയില്ലേ? മനസ്സിലാവണില്ലേ? ഇനി മനസ്സിലായില്ലേ? അതിൽ സംശയം ഉണ്ടോ ഏതെങ്കിലും? ഇപ്പൊ പറഞ്ഞതിൽ സംശയം ഉണ്ടോ? ഇല്ലല്ലോ. ഇത് റീസ്റ്റോർ ആവണം. അതായത് വർക്കിംഗ് ട്രീ എനിക്ക് ക്ലീൻ ആക്കണം, എന്നിട്ട് വേണം എനിക്ക് വേറെ വർക്ക് തുടങ്ങാനായിട്ട്. അപ്പോ ഈ വർക്കിംഗ് ട്രീ ക്ലീൻ ആക്കുമ്പോൾ അത് പോകുന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അത് സ്റ്റാഷിക്ക് ഇടും. സ്റ്റാഷിക്ക് ഇടാനുള്ള കമാൻഡ് ഗിറ്റ് സ്റ്റാഷ്, ഗിറ്റ് സ്പേസ് സ്റ്റാഷ്. അതാണ് എല്ലാം കൂടെ പോണല്ലോ, നല്ല ക്ലീൻ ആവുള്ളൂ. സെക്കൻഡ് ആർട്ട് ഇതിന് പോവും. സ്റ്റാഷ് വർക്കിംഗ് ട്രീയിലുള്ള സെക്കൻഡ് ആർട്ടിന്റെ മോഡിഫൈ ചെയ്ത സാധനങ്ങള് സ്റ്റാഷ് പോയി കിടക്കുന്നുണ്ടാവും. ആ സ്റ്റാഷ് പോയി കിടക്കണേ ഞാൻ കാണിച്ചു തരാം. ഇത് ഓക്കെയാണോ? ഇത് ഞാൻ കാണിച്ചു തരാം. ഗിറ്റ് സ്റ്റാഷ് ഓക്കെ അല്ല, ഈ കമാൻഡ് ഓക്കെ അല്ല. ഇപ്പൊ എന്ത് സംഭവിക്കല്? വർക്കിംഗ് ട്രീയിലും സ്റ്റേജിങ്ങിലും ഉള്ളത് കമ്പൈൻ ആക്കിയിട്ട് സ്റ്റാഷിക്ക് ഇടും, സ്റ്റാഷ് മെമ്മറിക്ക് ഇടും. ഇപ്പൊ ഞാൻ എൻ്റർ അടിക്കുക. ഇത് പ്രശ്നമില്ല. എൻ്റർ അടിച്ച എന്ത് സംഭവിക്കും? ഈ മൈ ഫംഗ്ഷൻ പോകൂലേ? ഈ മൈ ഫംഗ്ഷൻ പോകൂലേ? ഇത് അപ്ഡേറ്റ് ചെയ്തതല്ല. മൈ ഫംഗ്ഷൻ പോയി. ഇപ്പൊ ഞാൻ ചെയ്ത വർക്ക് പോയി. ഇത്രയും കാര്യം ഓക്കെയാണോ? ഇതിൽ പ്രശ്നമില്ല. പ്രശ്നമുണ്ടോ? ആ മൈ ഫംഗ്ഷൻ പോയത് ഓക്കെ അല്ല, അത് മോഡിഫൈഡ് ആണല്ലോ. മോഡിഫൈഡ് സാധനം പോയി. എനിക്ക് ഓക്കെ അല്ലേ? അതൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഓക്കെ അല്ല? ഇപ്പൊ അത് എവിടേക്ക് പോയത്? റീസ്റ്റോർ ചെയ്യുകയാണെങ്കിൽ എവിടേക്കാ പോകല്? അത് പിന്നെ കിട്ടാത്ത സ്ഥലത്ത് അത് ഡിലീറ്റ് ആയി പോവായി. ഇത് ഡിലീറ്റ് ആയിട്ടില്ല, ഇത് സേവ് ആയി കിടക്കുക. അത് എവിടെ സേവ് ആണ്? സ്റ്റാഷില്. അതാണ് സ്റ്റാഷ്. ആ ഏരിയയാണ് സ്റ്റാഷ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ആ സ്റ്റാഷിലുള്ളത് കാണണമെങ്കിൽ ഗിറ്റ് സ്റ്റാഷ് ലിസ്റ്റ്, ഗിറ്റ് സ്പേസ് സ്റ്റാഷ് സ്പേസ് ലിസ്റ്റ് ഇട്ടാ. സ്റ്റാഷ് ഏരിയയിലുള്ള ഓരോ എൻട്രീസ് കാണാൻ വേണ്ടിയിട്ടുള്ള. ഇല്ലേ, കമ്മിറ്റ് ചെയ്തില്ലേ? സ്റ്റേജും വർക്കിംഗ് ട്രീ മാത്രം. സ്റ്റേജും വർക്കിംഗ് ട്രീ ആണല്ലോ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ഉള്ളത്. മനസ്സിലാവുന്നുണ്ട്? ആ വർക്ക് മാത്രമല്ല നമ്മള് സ്റ്റേജ് വർക്കിംഗ് ട്രീ മാത്രം പോയാൽ പോരെ. കാരണം ഇപ്പൊ നമ്മളൊരു വർക്ക് ഇപ്പൊ ചെയ്യുന്ന വർക്ക് മാത്രം ക്യാൻസൽ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? മുന്നേ ചെയ്ത വർക്കൊക്കെ സേവ് ആയി. കമ്മിറ്റ് ചെയ്ത് ഓൾറെഡി വർക്കിംഗ് കോഡ് ആണല്ലോ. ഓക്കെ അല്ല? എനിക്ക് ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ല? ഓക്കെ അല്ല? എന്താ പ്രശ്നം? പ്രശ്നമില്ലല്ലോ. സിനാന് നല്ല ഉറക്കം വരുന്നുണ്ട്, വാസിന് നല്ല ഉറക്കം വരുന്നുണ്ട്. ഓക്കെ, ഗിറ്റ് സ്റ്റാഷ് ലിസ്റ്റ്. ഈ ലിസ്റ്റ് ചെയ്യുമ്പോ ഈ ലോഗ് പോലെയാണ്. ലോഗ് പോലെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവില്ല. എവിടുന്ന് സ്റ്റാഷിക്ക് കയറ്റി എന്നുള്ളത് ഉണ്ടാവും, അത്ര ഉണ്ടാവും. ഇപ്പൊ ഗിറ്റ് സ്റ്റാഷ് ലിസ്റ്റ് കൊടുത്ത് ഈ സ്റ്റാഷിൽ 0 എന്നുള്ള ഇൻഡെക്സ് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റാക്ക് ആണത്. 0ന്റെ ഇൻഡെക്സിൽ ഏതാ വരുന്നത്? മാസ്റ്ററിന്ന് വന്നിട്ടുള്ള ആഡ് ന്യൂ ഫയൽ എന്നുള്ളതാണ് അതിന്റെ ലാസ്റ്റ് കമ്മിറ്റ് വന്നിട്ടുള്ളത്. അതിന്റെ അവിടുന്ന് ഇട്ടിട്ടുള്ള ഒരു എൻട്രി ഇവിടെ സ്റ്റാഷിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മളിപ്പോ ആഡ് ചെയ്ത സ്റ്റാഷിലുള്ളത്. ഇതിൽ എന്തുണ്ട്? ആ മൈ ഫംഗ്ഷൻ ആഡ് ചെയ്തതുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ പ്രശ്നമില്ലല്ലോ. ഓക്കെ, ഇനി ഞാൻ വേറെ ഫയലില് വർക്ക് ചെയ്യാണെന്ന് വിചാരിക്കാം. വേറെ ഫയലിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് അത് കമ്മിറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അത് കമ്മിറ്റ് ചെയ്തു. വേറെ ഫയലിൽ വർക്ക് ചെയ്ത് അത് കമ്മിറ്റ് ചെയ്തു. ഇനി ഈ പഴയ സാധനം എനിക്ക് കിട്ടാൻ എന്ത് ചെയ്യാം? ഗിറ്റ് സ്റ്റാഷ് പോപ്പ് ഇട്ടാ. പോപ്പ് ചെയ്യാറിന് സ്റ്റാക്ക് എടുക്കുക. സ്റ്റാഷ് ഒരു സ്റ്റാക്ക് ആണല്ലോ, ആ സ്റ്റാക്ക് എടുക്കുക. പോപ്പ് ഏറ്റവും മേലുള്ളത്. ഇപ്പൊ ഏറ്റവും ഇൻഡെക്സ് കൂടുതലുള്ള ഏതാണോ ആ ഇൻഡെക്സിലുള്ള എടുക്കും. ഇപ്പൊ 0 ഇൻഡെക്സ് മാത്രമേ ഉള്ളൂ.
അത് എടുത്തു കഴിഞ്ഞാൽ സ്റ്റാഷിൽ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. സ്റ്റാഷിൽ നിന്ന് പോയല്ലോ. സ്റ്റാഷിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാഷിൽ ഒന്നുമില്ല. ആ 0 ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇൻഡെക്സ് ഒന്നും ഇല്ലല്ലോ. ഏറ്റവും കൂടുതൽ എടുക്കും. ബാക്കി പിന്നെയും പോപ്പ് ചെയ്ത് അതൊക്കെ എടുക്കും. എടീന്ന് എടുക്കാൻ പറ്റില്ല. എടീന്ന് എടുക്കാൻ പറ്റും, പക്ഷെ എടീന്ന് എടുത്തു കഴിഞ്ഞാൽ ആ ഇട വരെ ഉള്ളതൊക്കെ പോകും. ഒക്കെ എടുക്കും, ഒക്കെപ്പാടെ എടുക്കും. ഇത് ഓക്കെ അല്ലേ? ഇതിൽ പ്രശ്നമില്ലല്ലോ. ഇനിയൂടെ ശ്രദ്ധിക്കട്ടോ. ആ പറയും ഓക്കെ അല്ലേ? ഇപ്പൊ ഞാനിത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്താ വരിക? കോപ്പി തന്നെയാണ് ഇത് സേവ് ആക്കിണ്ട്. ഇത് കാലിയാവും. അതെ, സേവ് ചെയ്ത് വെക്കൂല. സ്റ്റാഷ് എംപ്റ്റി ആവും. സ്റ്റാഷിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാഷിൽ അതിന്റെ കോപ്പി ഉണ്ടാവില്ല. അത് എടുത്തു, അത്രേ ഉള്ളൂ. ഓക്കെ, പറ്റും. ഒന്നെടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാല് പറ്റും. ലോജിക്കലി തിങ്ക് ചെയ്താൽ പറ്റും. അതായത് പക്ഷെ നമുക്ക് അറിയണം അതിൽ ഏതൊക്കെ മോഡിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത്. എന്നാ പറ്റും. അപ്പൊ മൊത്തത്തില് പോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ പോപ്പ് ചെയ്തിട്ട് പിന്നെ അതിനെ ബാക്കിയുള്ള ഈ സാധനങ്ങളിലെ സ്റ്റാഷ് ചെയ്യേണ്ടി വരും. ബാക്കിയുള്ളത് കമ്മിറ്റ് ചെയ്തിട്ട് അങ്ങനെയുണ്ട്. ഓക്കെ അല്ല? ഇതൊക്കെ അല്ല. ഇനിയിപ്പോ പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ വരിക? മൈ ഫംഗ്ഷൻ വരില്ല. അതിന് സംശയമില്ലല്ലോ. മൈ ഫംഗ്ഷൻ തിരിച്ചു വരും എന്നുള്ളതിൽ പ്രശ്നമില്ലല്ലോ. അത് എവിടുന്ന തിരിച്ചു വരുന്നത്? സ്റ്റാഷ്. അതിന് പ്രശ്നമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ഇത് ഓക്കെ അല്ല? പ്രശ്നമില്ലല്ലോ. ഇത് പ്രശ്നമില്ലല്ലോ. ഓക്കെ അല്ല? അപ്പൊ നാലാമത്തെ മെമ്മറി കേട്ടോ. പിന്നെ റിമോട്ട്. ഇപ്പൊ ഈ റെപ്പോസിറ്ററി എവിടെ നിൽക്കണത്? ഇപ്പൊ ഈ റെപ്പോസിറ്ററി എവിടെ ഉള്ളത്? നമ്മുടെ സിസ്റ്റത്തില് അല്ലേ? നമ്മുടെ സിസ്റ്റം, ഐ മീൻ നമ്മുടെ ഈ ലാപ്പില് അല്ല, ഇവന്റെ ലാപ്പിലാണ് ഉള്ളത്. പക്ഷെ ഇപ്പൊ നമുക്ക് കൊളാബ് ചെയ്യാൻ പറ്റുമോ? കൊളാബ് ചെയ്യാൻ പറ്റൂല. കൊളാബ് ചെയ്യണമെങ്കിൽ ഇതൊരു സെർവർക്ക് കയറ്റിയിടണം. എന്നിട്ട് ആ സെർവർക്ക് എല്ലാവരും അവനവൻ ചെയ്ത കോഡ് സെർവർക്ക് ഇങ്ങനെ കയറ്റി ഇങ്ങനെ പോകണം. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ചെയ്ത കോഡ് സെർവർക്ക് കയറ്റാ, ഇവൻ ചെയ്ത കോഡ് സെർവർക്ക് കയറ്റാ, ഒക്കെപ്പാട് സെൻട്രൽ ആയിട്ട് സെർവർ. ഓരോരുത്തർ ചെയ്തവര് അവനവന്റെ വർക്ക് എഴുതി കയറ്റാ. യെസ്, റിമോട്ട് പറയുമ്പോ സെർവറാണ്. ഇത് ലോക്കൽ റെപ്പോസിറ്ററി. റിമോട്ട് ഇനി നമുക്ക് ഏതെങ്കിലും ചൂസ് ചെയ്യാം. ഗിറ്റബോ ഗിറ്റ്ലാബോ ഏതെങ്കിലും എടുക്കാം. നമ്മൾ സാധാരണ ഗിറ്റബില് ചെയ്യാറ്. റിമോട്ട് റെപ്പോസിറ്ററി ആണ്. റിമോട്ട് റെപ്പോസിറ്ററി ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തിയറിമക്ക് നോക്കട്ടോ. ഏതിക്കാ ഞാൻ പറയും? ഏതില്ല? ഓക്കെ, ആദ്യം ഈ തിയറി ശ്രദ്ധിക്കുക. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കിട്ടൂല കേട്ടോ. റിമോട്ട് റെപ്പോസിറ്ററി അതാണ് ഇപ്പൊ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതില് അതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഈ റെപ്പോസിറ്ററി ഉണ്ട്. ഇതിന്റെ സെയിം കോപ്പി ഇവിടെ ശ്രദ്ധിക്കാം. നമ്മുടെ റെപ്പോസിറ്ററിന്റെ എക്സാക്ട് കോപ്പി നമ്മൾ സെർവറിൽ കയറ്റി വെക്കും. അപ്പൊ അതിലും ഈ ഡോട്ട് ഗിറ്റും ഒക്കെ അതിൽ സേവ് ആവും. ആ ഫോൾഡറൊക്കെ സെർവർ കൊണ്ടേ സേവ് ആവും. ഇപ്പൊ 2 റെപ്പോസിറ്ററി ആയി. പറഞ്ഞതും ശ്രദ്ധിച്ചു കേൾക്കണേ. 2 റെപ്പോസിറ്ററി ആണ് അത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റിമോട്ട് റെപ്പോസിറ്ററി, ഒന്ന് നമ്മുടെ റെപ്പോസിറ്ററി, ഒന്ന് മറ്റേ റെപ്പോസിറ്ററി.
ഇപ്പൊ രണ്ടും രണ്ട് റെപ്പോസിറ്ററിയാണ്. രണ്ടും ഒരു റെപ്പോസിറ്ററിന്റെ അല്ല, രണ്ടും രണ്ട് റെപ്പോസിറ്ററിയാണ്. ആ രീതിക്ക് തന്നെ ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഒന്നിന് മാറ്റം പറ്റി അതിൽ വരൂല. രണ്ടും രണ്ട് റെപ്പോസിറ്ററിയാണ്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ലോക്കൽ, ഒന്ന് റിമോട്ട്. ഇതിന്റെ ഒരു കോപ്പി എടുത്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് വേറെ റെപ്പോസിറ്ററി, ഇത് വേറെ റെപ്പോസിറ്ററി, അത്രേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് തമ്മിൽ സിങ്ക് നമ്മൾ ചെയ്യണം. ഇത് തമ്മിൽ ഒരു ലിങ്ക് ആദ്യം കണക്ട് ചെയ്യും. ഇതിന്റെ റിമോട്ടാണ് ഇത് എന്ന് പറഞ്ഞ് കണക്ട് ചെയ്യണം. നമ്മുടെ ലോക്കലിന് നമ്മൾ ഒരു റിമോട്ടിനെ ആഡ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ലോക്കലിന് ഒരു റിമോട്ട് ലൊക്കേഷൻ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു റിമോട്ട് റെപ്പോസിറ്ററി ഇന്നതാണെന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എന്താവും? ഇതിന്ന് അതിലേക്ക് ഒരു ലിങ്ക് കണക്ട് ആവും. അപ്പോഴും ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ആവൂല. അപ്പോഴും സേവ് ആവൂല കേട്ടോ. പറഞ്ഞ മനസ്സിലാവും? സേവ് ആവുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാനൊരു 5 കമ്മിറ്റ് ഇട്ട് കഴിഞ്ഞാല് ആ 5 കമ്മിറ്റ് അവിടെ കാണൂല. അവിടെ ഒരു 10 ഇട്ട് കഴിഞ്ഞാൽ അത് ഇവിടെയും കാണൂല. മനസ്സിലാവണ്ട? രണ്ടും രണ്ടെണ്ണാണ്. പക്ഷെ ലിങ്ക് കൊടുക്കണം നമ്മൾ. ലിങ്ക് കൊടുത്തില്ലെങ്കിൽ രണ്ടും രണ്ടെണ്ണം തന്നെ ആയി നിൽക്കും. ലിങ്ക് കൊടുത്തു കഴിഞ്ഞാല് ഇതിന്റെ റിമോട്ടാണ് അത് എന്ന് പറയും. അപ്പോഴും സിങ്ക് ആവൂല. സിങ്ക് ആവണമെങ്കിൽ നമ്മള് 2 കമാൻഡുകൾ ഉപയോഗിക്കും. ഗിറ്റ് പുഷ്, ഗിറ്റ് പുള്ള്. ഗിറ്റ് സ്പേസ് പുഷും ഗിറ്റ് സ്പേസ് പുള്ളും. ഈ തിയറി ഒക്കെയാണ്. ലോക്കൽ പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ളത്, റെപ്പോസിറ്ററി അതായത് റിമോട്ട് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേത് സെർവറിലുള്ളത്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഇത് തമ്മിൽ ലിങ്ക് ആക്കണം എന്നുള്ളത് പറഞ്ഞത് ഓക്കെ അല്ല. ലിങ്ക് ആക്കണം എന്നുള്ളത് ഓക്കെ അല്ല. ലിങ്ക് ആക്കി കഴിഞ്ഞാൽ സിങ്ക് ആവും ഓട്ടോമാറ്റിക്? ഇല്ല, ആവൂല. സിങ്ക് എപ്പോഴും നമ്മൾ തന്നെ ആക്കണം. അതിന് 2 കമാൻഡ്, ഒന്ന് ഗിറ്റ് പുഷ്, ഒന്ന് ഗിറ്റ് പുള്ള്. പുഷ് പറഞ്ഞു കഴിഞ്ഞാല് പുഷ് പറഞ്ഞാൽ ലോക്കലിൽ നിന്ന് റിമോട്ടിക്ക് പുഷ് ചെയ്യാം, തള്ള അപ്ലോഡ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? പുള്ള് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ റിമോട്ടിൽ 10 ആഡ് ചെയ്ത് ഇവിടെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പുള്ള്. ഓക്കെ അല്ല? അത് സംശയമില്ലല്ലോ. ഇവിടുന്ന് 5 കയറ്റി അത് അവിടെ കയറ്റണമെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്താണ്? പുഷ്. അത് സംശയമില്ലല്ലോ. സിമ്പിൾ ആണ്. ഗിറ്റ് പുഷ്, ഗിറ്റ് പുള്ള്. ഗിറ്റബില് അവിടെ ചേഞ്ച് വരില്ലല്ലോ, വേറെ ഒരാള് ചേഞ്ച് വരുത്തുമല്ലോ. കൊളാബിനാണല്ലോ നമ്മള്. റിമോട്ട് എന്തിനാണ്? കൊളാബിന് അല്ല. മനസ്സിലാവണില്ല? ഞാൻ കാണിച്ചുതരാം. പുഷ് ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് പുഷ് മാത്രം വേറൊരു രീതിക്ക് ചെയ്യാണ്ട്, വേറൊരു കമാൻഡാണ്. ഒരു കമ്മിറ്റെങ്കിലും വേണം പുഷ് ചെയ്യണമെങ്കിൽ. ഒരു കമ്മിറ്റ് ഇല്ല പിന്നെ പുഷ് ചെയ്യാൻ സാധനമല്ലല്ലോ. ഒരു കമ്മിറ്റെങ്കിലും വേണം പുഷ്, അല്ലെങ്കിൽ എററാണ് പുഷ് ചെയ്യും. പുള്ള് അവിടുന്നുള്ളത് നമ്മളിലേക്ക് എടുക്കും. കോപ്പ് സ്റ്റാഷിന്റെ എല്ലാ ബ്രാഞ്ചും ഉണ്ടാവും. ബ്രാഞ്ചിന്റെ ഒക്കെ കേസ് വേറെ വേറെയാണ്. ഇവിടെ ഉള്ള ബ്രാഞ്ച് അവിടെ വരണം എന്ന് നിർബന്ധമല്ല. രണ്ട് റെപ്പോസിറ്ററി അല്ലേ. ഇവിടെ കുറച്ച് ബ്രാഞ്ച് ഉണ്ടാവും, അവിടെ കുറച്ച് ബ്രാഞ്ച് ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ നമുക്ക് മെർജ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കാം. അതൊക്കെ നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഉള്ള ബ്രാഞ്ചാണ് പുള്ളാക്കുക. ഇപ്പൊ ഉള്ള ബ്രാഞ്ച് നെയിം അവിടുത്തെ അതേ ബ്രാഞ്ച് നെയിം ഒന്ന് പുള്ള് ചെയ്യും. ഓക്കെ അല്ലേ? എനിക്ക് ഓക്കെ അല്ല പക്ഷെ? ഓക്കെ അല്ല? ഞാൻ ഇങ്ങനെ ഉറങ്ങി വീഴുന്നുണ്ടല്ല. അങ്ങനെയൊക്കെ തോന്നുന്നു. ഈ റിമോട്ടും കൂടി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പിന്നെ കുറച്ച് ഉണ്ടാവും. നാളെയും കൂടി എടുക്കാം. ഗിറ്റ് നാളെയും കൂടി എടുക്കാനുള്ളത് ഉണ്ടാവും. കണ്ടന്റ് കുറച്ചും കൂടി. ഏത് നിങ്ങൾ കൊറേ ഉറങ്ങുന്നുണ്ട്.
ഇവന്റെ അടുത്ത് സെരിൻ സാറ് റിട്ടേൺ സ്റ്റാർ എന്താ വെച്ചു? അങ്ങനെ സാധനമില്ല. എൽഡ് സ്റ്റാർ ഒക്കെ ആദ്യം ചോദിച്ചു, എന്നിട്ട് റിട്ടേൺ സ്റ്റാർ എന്താ വെച്ചു? ഓക്കെ അല്ല, ഇതൊന്നും കൂടി നോക്കട്ടോ. അതായത് പുഷും പുള്ളും നമ്മൾ പറയുന്നത്. റിമോട്ടിന്റെ കേസാണ് ഇപ്പൊ എടുത്തത്. നമുക്കൊരു റിമോട്ട് നോക്കാം. നോക്കുന്നുണ്ടേ? ഇതില് ഗിറ്റബ് ലോഗിനാ അല്ല, ഗിറ്റബ് എടുക്കുന്നുണ്ട്. റെപ്പോസിറ്ററി ഇവിടെ ഉണ്ടാക്കണം. രണ്ട് റെപ്പോസിറ്ററി ആണല്ലോ. ഇവിടെ വേറെ റെപ്പോസിറ്ററി നമ്മൾ ഉണ്ടാക്കണം. ആ, ഇവിടെ ആദ്യം റെപ്പോസിറ്ററി ഉണ്ടാക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ആദ്യം റെപ്പോസിറ്ററി എവിടെ? ഗിറ്റബിലും ഉണ്ടാക്കണം. മറ്റേലും എങ്ങനെ ഉണ്ടാക്കിയത്? ഗിറ്റ് നിറ്റ് അതൊക്കെ അല്ല. ആ, ഇതിലിങ്ങനെ ഉണ്ടാക്കണം. എന്നിട്ട് അത് കണക്ട് ചെയ്യണം. VS കോഡ് കൂടെ ലോക്കൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കേണ്ടി വരും. ചിലപ്പോ എന്തെങ്കിലും എക്സ്റ്റൻഷൻ ഉണ്ടാവും. ഇത് ഇങ്ങനെ ചെയ്തു പോയാൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെ ന്യൂ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ അതിന്റെ പേര്, റെപ്പോസിറ്ററിന്റെ പേര് ഇതായിരിക്കും. അതിൽ ഫോൾഡർ നെയിം എന്നുള്ള രീതിക്ക് വരാം. ഓക്കെ, പേര് ഇപ്പൊ ഗിറ്റ് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് പബ്ലിക് അറിയില്ലെങ്കിൽ പബ്ലിക് പറഞ്ഞാൽ എല്ലാവർക്കും കാണാം. നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കോഡ് കാണാൻ പറ്റും. പ്രൈവറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റൂ. ശ്രദ്ധിക്കട്ടോ. ഓക്കെ, റിമോട്ടിൽ നമ്മൾ ഗിറ്റ് ടെസ്റ്റ് പറഞ്ഞാണ്ട് ഒരു റെപ്പോസിറ്ററി പുതിയത് ഉണ്ടാക്കണം. പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ആഡ് റീഡ്മി കൊടുക്കണ്ട. ആഡ് റീഡ്മി കൊടുക്കുമ്പോ എന്ത് സംഭവിക്കാന്ന് അറിയോ? ഒരു കമ്മിറ്റ് ഓരെന്നെ ഇടും, ഓട്ടോമാറ്റിക് ഒരു കമ്മിറ്റ് ഇടും. അപ്പൊ എന്താവും? നമ്മൾ ഈ കമ്മിറ്റ് ഇവിടെ പുള്ള് ചെയ്യേണ്ടി വരും. ഇവിടുന്ന് പുഷ് ചെയ്യണമെങ്കിൽ ആദ്യം പുള്ള് ചെയ്യേണ്ടി വരും. ആ ഒരു പ്രശ്നം വരും. മനസ്സിലാവുന്നുണ്ടോ? ഈ ഒരു കമ്മിറ്റ് അവിടുന്ന് പുള്ള് ചെയ്യേണ്ടി വരും ആദ്യം. മനസ്സിലായില്ല? അതായത് ഈ ആഡ് റീഡ്മി ഫയൽ ഇട്ടാണ്ടല്ലോ, ഈ ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇവർ ഈ റീഡ്മി ഫയൽ അതിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റ് ഇടും. സേവ് ചെയ്യണല്ലോ. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ഇവർ തന്നെ ഒരു കമ്മിറ്റ് അതിലിട്ടു. ഒരു കമ്മിറ്റ്, ഒരു മെസ്സേജ് എന്തെങ്കിലും കൊടുത്തിട്ടാണ് ഒരു കമ്മിറ്റ് ഇടും. അതിൽ ഈ ഫയൽ ആഡ് ചെയ്തിട്ടുണ്ടാവും വെറുതെ എംറ്റി ആക്കിയിട്ട്. അപ്പോ ഇനി നമ്മൾ നമ്മുടെ കണക്ട് ചെയ്യുമല്ലോ, ലോക്കലിൽ കണക്ട് ചെയ്യുമല്ലോ. എന്നിട്ട് ലോക്കലിലുള്ള സാധനം ഇങ്ങോട്ട് കയറ്റാൻ നോക്കുമ്പോൾ കേറൂല. കാരണം അവിടെ ഒരു കമ്മിറ്റ് ഉണ്ട്. ആ കമ്മിറ്റ് ആദ്യം നമ്മളിലേക്ക് പുള്ള് ചെയ്തിട്ട് കയറ്റാനേ പറ്റുള്ളൂ. രണ്ടും സിങ്ക് ആവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആദ്യം പുള്ള് ചെയ്ത് കയറ്റാൻ പറയും. അപ്പൊ ആ ഒരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുക, ഇത് കൊടുക്കാതിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഈ സാധനം കൊടുക്കാതിരിക്കുക. ഇതൊന്നും കൊടുക്കണ്ട. എന്നിട്ട് നേരെ ക്രിയേറ്റ് റെപ്പോസിറ്ററി പോവാ. ഇതൊക്കെ അല്ല, സിമ്പിൾ സാധനം. ഇപ്പൊ റെപ്പോസിറ്ററി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പറയുന്നത് ഒന്നെങ്കിൽ ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാം. ഇതിൽ നമ്മൾ എപ്പോഴും ചെയ്യല് രണ്ടാമത്തതാണ്. കാരണം നമ്മുടെ കയ്യിൽ ലോക്കൽ റെപ്പോസിറ്ററി ഉണ്ടല്ലോ കയ്യിൽ. ഈ കണക്ട് ചെയ്യാനല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞാൽ പുതിയ ലോക്കൽ റെപ്പോസിറ്ററി ഉണ്ടാക്കാനാണ്. കണ്ടാ, ഗിറ്റ് ഇനിറ്റ് പറഞ്ഞാൽ തന്നെ പുതിയത് ഉണ്ടാക്കാനാണ്. അത് ഇവിടെ തന്നെ ഒരു പറയുന്നുണ്ട്, ക്രിയേറ്റ് എ ന്യൂ റെപ്പോസിറ്ററി ഓൺ കമാൻഡ് ലൈൻ എന്ന്. നമുക്ക് പുതിയത് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ പുഷാണ്. ഈ കണക്ട് ചെയ്തേക്കാണ്ട് പുഷ് ചെയ്യാൻ മാത്രമേ നമുക്ക് ചെയ്യാറുള്ളൂ. പുഷ് ചെയ്യാറ് അവിടുത്തെ ഇതിലേക്ക് ഇട്ടാ കണക്ട് ചെയ്യാം ആദ്യം, എന്നിട്ട് പുഷ് ചെയ്യാം. അതില് ഫസ്റ്റ് സാധനം ഗിറ്റ് റിമോട്ട്. ഇതൊന്ന് നോക്കണം. ഈ ഗിറ്റ് റിമോട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് അറിയോ? കണക്ഷനാണ്. കണക്ഷന് വേണ്ടിയിട്ടാണ് ഗിറ്റ് റിമോട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഗിറ്റ് റിമോട്ട് ആഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ നമ്മൾ പറയുന്നത്? ഒരു റിമോട്ട് ആഡ് ചെയ്യണം എന്ന് പറയുന്നു. ഇത്രയും കാര്യമൊക്കെ അല്ലേ? റിമോട്ട് റെപ്പോസിറ്ററി ആഡ് ചെയ്യണം എന്ന് പറയുന്നു. അതിന് എന്തെങ്കിലും ഒരു പേര്, ഇവിടെ ഒറിജിൻ തന്നെ കൊടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. എന്തെങ്കിലും ഒരു പേര് നമുക്ക് മനസ്സിലാവണ ഗിറ്റബ് എന്നോ എന്തും കൊടുക്കാം. കാരണം ഒന്ന് കൂടുതൽ കണക്ഷൻസ് നമുക്ക് പോസിബിൾ ആണ്. അതായത് ഇപ്പൊ ഗിറ്റബിൽ ഒന്ന്, ഗിറ്റ് ലാബിൽ ഒന്ന്, വേറെ ഒരു സ്ഥലത്ത് ഒന്ന്, അങ്ങനെ 3 സെർവർ ആക്കി ചെയ്യാം. അപ്പൊ ഇവിടുന്ന് പുഷ് ചെയ്യുമ്പോൾ എല്ലാത്തിനും നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ?
അങ്ങനെയൊക്കെ എത്ര റിമോട്ട് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ സാധാരണ ഒറ്റ റിമോട്ട് ആഡ് ചെയ്യുള്ളൂ, ഒറ്റ റിമോട്ട്. ഇത്രയും കാര്യങ്ങളും ഒക്കെ അല്ല, പ്രശ്നമല്ല, എനിക്ക് ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഗിറ്റ് റിമോട്ട് ആഡ്, എന്നിട്ട് ആ സെർവറിന്റെ പേര് ഒറിജിനാ കൊടുത്തിട്ടുള്ളത്, എന്തും കൊടുക്കാം. ഓക്കെ, സെർവറിന്റെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളും ഒക്കെ അല്ല, സംശയമില്ലല്ലോ? ഇനി ആ ഇതിന്റെ URL, ഈ URL ഏതാണ്? ഈ സാധനം അവസാനം ഡോട്ട് ഗിറ്റ് കൊടുക്കാട്ടോ, ഡോട്ട് ഗിറ്റ്. മേലത്തിൽ ഡോട്ട് ഗിറ്റ് ഉണ്ടാവില്ല, ഇതിന്റെ അവസാനം ഡോട്ട് ഗിറ്റ് ഇട്ട് കൊടുത്താണ്. അതെ ഈ സാധനം മനസ്സിലാവുന്നുണ്ടോ? ഈ സാധനം കോപ്പി ചെയ്യാം, സിമ്പിൾ അല്ല. നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞ ഗിറ്റ് റിമോട്ടിൽ ഒരു റിമോട്ട് ആഡ് ചെയ്യണം എന്ന് പറയുന്നു, അതിന്റെ സെർവറിന്റെ പേര്, അതിന്റെ ലൊക്കേഷൻ, ലിങ്ക്, ഇത്രയും കാര്യങ്ങളൊക്കെ അല്ല. ഇപ്പൊ എന്തായി? കണക്ഷനായി. എന്ത് കണക്ഷനായി? ഇതും ഈ ലോക്കലും ആ റിമോട്ടും കണക്ഷനായി. ഇനി നമ്മൾ ചെയ്യുന്നത് ഗിറ്റ് ബ്രാഞ്ച് മെയിൻ എന്ന് പറയുന്നു. മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലല്ല, പേര് മാറ്റുക. നമ്മുടെ ഇപ്പത്തെ ബ്രാഞ്ച് ഏതാണ്? മെയിൻ ആക്കുക. ഇപ്പത്തെ ബ്രാഞ്ച് ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രാഞ്ച് കിട്ടും. ഓൺ ബ്രാഞ്ച് മാസ്റ്റർ, ഇതൊക്കെ അല്ല. ഇനി ഗിറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന കമാൻഡുകളൊക്കെ ബ്രാഞ്ചിമ്മ വർക്ക് ചെയ്യാനുള്ളതാണ്. അത് ഏതൊക്കെയാന്ന് പറയുകയാണെങ്കിൽ -H കൊടുത്താൽ മതി. -H കൊടുക്കുമ്പോ അതിൽ ഏതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വരും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ അല്ല. ഇതില് ഈ എന്ന് നോക്കിട്ടാ, എന്താണ്? റീനെയിം ചെയ്യാണ്. എന്തിനാ യൂസ് ചെയ്യണത്? റീനെയിം ചെയ്യാണ്. ഇത് പ്രശ്നമല്ലല്ലോ. ഡിലീറ്റ് ചെയ്യാൻ ഏതാണ്? ഡി ഉണ്ട്, ചെറിയക്ഷരം ഉണ്ട്, വലിയക്ഷരം ഉണ്ട് കേട്ടാ. രണ്ടും ഡിലീറ്റ് ചെയ്യാനാണ്. ഇതിങ്ങനെ നോക്കിയാൽ മതി. എല്ലാം -H എല്ലാം ഹെൽപ്പാണ്. ആ ഗിറ്റിന് നല്ല ഏകദേശം എല്ലാ ആപ്ലിക്കേഷനും -H ഹെൽപ്പാണ്. ഓക്കെ അല്ല? ഇപ്പൊ എന്തിനാന്ന് മനസ്സിലായി? റീനെയിം ചെയ്യാന്. ഇപ്പൊ നമ്മൾ ഇതെന്തിനാ ചെയ്യണത്? ഈ ഗെറ്റ് ബ്രാഞ്ച് മെയിൻ എന്തിനാ ചെയ്യണത്? മാസ്റ്റർ മാറ്റിട്ട് മെയിൻ ആക്കും. മനസ്സിലാവുന്നുണ്ടോ? അത് രണ്ടും വിളിക്കാറുണ്ട്. ചിലവർക്ക് മാസ്റ്റർ വിളിക്കും, ചിലവർക്ക് മെയിൻ എന്ന് വിളിക്കും. അത് നമ്മുടെ ഇഷ്ടമാണ്. എങ്ങനെ ചെയ്യും, നിർബന്ധമല്ല, ഇല്ലല്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ. എവിടേക്ക് പുഷ് ചെയ്യണം എന്നാണ് പറയണത്. ഫസ്റ്റ് പുഷിന് മാത്രം ഇത് കൊടുത്താൽ മതി. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്സ്ട്രീം എന്നുള്ളതാണ്. അപ്സ്ട്രീം പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്ട്രീമിക്കാണ് കയറ്റാനുള്ളത്, ഏത് സെർവർക്കാണ് കയറ്റാനുള്ളത്, ആ സാധനം. ഇവിടെ സെർവറിന്റെ പേരെന്താണ്? ഒറിജിൻ. ഇപ്പൊ ഒറിജിനിക്കാണ് കയറ്റാനുള്ളത്. ഒറിജിൻ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തു കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല? ഓക്കെ അല്ലേ? അതായത് ഈ പുഷ് ചെയ്യണമെന്ന് പറയുന്നു, ഗിറ്റ് പുഷ് ചെയ്യണമെന്ന് പറയുന്നു. ആ അറിയണത് ഏതിക്ക് പുഷ് ചെയ്യണം എന്നുള്ളത്. അത് എന്നിട്ട് ഒറിജിനിക്ക് പുഷ് ചെയ്യണം. ഇനി ഒറിജിനില് മെയിനിക്ക് പുഷ് ചെയ്യണം എന്നാ പറയുന്നത്. ഒറിജിനിൽ ഒരു മെയിൻ പറഞ്ഞ ബ്രാഞ്ച് ഉണ്ടാക്കും, ഇല്ലെങ്കിൽ ഉണ്ടാക്കും, അതിക്ക് പുഷ് ആവും. സിമ്പിൾ സാധനം. ഇനി വരുന്ന പുഷൊക്കെ വെറുതെ ഗിറ്റ് പുഷ് കൊടുത്താൽ മതി. ഇത് ഓൾറെഡി ഇത് ഡിഫോൾട്ട് വരും. ഇത് ഫസ്റ്റ് ടൈം ലോക്കലിലുള്ള റീനെയിം ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ അല്ല. ആ ഒറിജിനുള്ള പേര് ഞാൻ ഉപയോഗിക്കാൻ മാസ്റ്റർ. അപ്പൊ ഈ റിമോട്ട് ആഡ് ഉണ്ടല്ലോ, ഈ റിമോട്ട് ആഡിൽ നമ്മള് ഒന്നും കൂടി റിമോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് ഗിറ്റ് പുഷ് ഇത് ആദ്യം ചെയ്യണം, എന്നിട്ട് ഗിറ്റ് പുഷ് മറ്റേത് ഒറിജിന്റെ ആദ്യം ചെയ്യാം, എന്നിട്ട് ഗിറ്റ് പുഷ് മറ്റേത് ഒന്നും കൂടി ചെയ്യാം. അപ്പൊ രണ്ടുക്ക് പുഷ് ആവും. ഈ പുഷ് രണ്ടെണ്ണം ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? പുഷ് രണ്ടെണ്ണം ചെയ്യേണ്ടി വരും. അത് കൊടുക്കാം, പ്രശ്നമില്ല. ഇത്രയും ഈ കമാൻഡുകളൊക്കെ ഓക്കെ അല്ല? വിഷ്വൽ സ്റ്റുഡിയോ കമ്മ്യൂണിറ്റിയോ? അത് കമ്മ്യൂണിറ്റി എഡിഷൻ. VS കോഡ് അല്ല, വിഷ്വൽ സ്റ്റുഡിയോ. അത് C++-നുള്ളതാണ്. നമുക്ക് ആവശ്യമില്ല. അത് സെറ്റ് സാധനമാണ്. പക്ഷെ അത് നല്ല സൈസ് വരുന്നുണ്ട്. ഒരു 10-12 GB ആയിട്ട് വരും. വിഷ്വൽ സ്റ്റുഡിയോ ഉണ്ടോ?
ഇൻസ്റ്റാൾ ചെയ്തേക്കണം, അതിന് ആവശ്യമില്ലേ. വിഷ്വൽ സ്റ്റുഡിയോ അതിന്റെ ആവശ്യമില്ലേ. എന്നിട്ട് ഇന്ത്യയിലൊന്നും ഇല്ലല്ലോ അതിന്റെ ആവശ്യം എന്താ? അത് C++-നല്ല, ആവശ്യമില്ല. അതിലെന്തോ സെറ്റ് സിമേക്ക് ആണെങ്കിൽ അത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ പറ്റും. സിമേക്ക് കാണാം. ലിനക്സ് ആണെങ്കിൽ ലിനക്സ്. നിങ്ങള് വിൻഡോസ് ആണ് അല്ലേ? അതാണ്, ഞാൻ ലിനക്സ് ആണ്. ആ ഒരു വ്യത്യാസം ഉണ്ടോ? ഇന്ത്യയിലായ അതിന്റെ ആവശ്യമില്ല, ശരിക്കും ഫ്ലട്ടറിന് അതിന്റെ ആവശ്യമില്ല. ഡെവലപ്പേഴ്സ് അധികം ലിനക്സിന് ഉപയോഗിക്കും. ലിനക്സ് യൂസ് ചെയ്ത് പഠിക്കണം, അത് ശീലമാവണം. ലിനക്സ് യൂസ് ചെയ്ത് ശീലമാവണം എന്ന് പറയാം. ആദ്യത്തെ ഒരു മാസം ഒരു പ്രശ്നം ഉണ്ടാവും, അത് കാര്യമാക്കണ്ട. അതൊക്കെ ഓട്ടോമാറ്റിക് പഠിയും. ലിനക്സ് യൂസ് ചെയ്ത് ഇങ്ങനെ അത് പഠിയും. അത് തന്നെ ടെർമിനലിൽ ഇങ്ങനെ കോഡ് ചെയ്യണം. ടെർമിനൽ ഷെൽ സ്ക്രിപ്റ്റ് പറഞ്ഞ ഈ ഒരു ലാംഗ്വേജ് ആണ്, ഷെല്ല് ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് ആണ്. അത് കുറച്ച് സിൻടാക്സ് കുറച്ച് സീനാണ്. സ്പേസിനൊക്കെ ഒരു സ്പേസ് ഒക്കെ വിട്ട് കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. സ്പേസ് ഒന്നും വിടാൻ പാടില്ല. ഇതിന് നമുക്ക് സ്പേസ് ഒന്നും വിഷയമല്ലല്ലോ. അതിൽ സ്പേസ് ഒരു സ്പേസിൽ 2 സ്പേസ് ആയാൽ വർക്ക് ആവില്ല. എത്തിക്കൽ ഹാക്കിങ്ങിന് മെയിൻ ആണ്. എത്തിക്കൽ ഹാക്കിങ് പൈത്തണും അതൊക്കെ മെയിൻ സാധനമാണ്. ലിനക്സിൽ ഒട്ടുമിക്ക കുറെ സാധനങ്ങളില് ഷെല്ല് ഉപയോഗിക്കും. അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ആദ്യം റിമോട്ട് ആഡ് ചെയ്ത് എന്നിട്ട് ബ്രാഞ്ച് റീനെയിം ചെയ്തു, എന്നിട്ട് ഒറിജിൻ മെയിനിക്ക് പുഷ് ചെയ്യണം കേട്ടാ. ഇപ്പൊ എന്തായി? പുഷായി. ഇതെന്താ ഈ ന്യൂ ബ്രാഞ്ച്? മെയിനിന്ന് ഏതിക്ക്? മെയിനിന്ന് മെയിനിക്ക്. അപ്പൊ ഈ മെയിൻ ഏതാണ്? നമ്മുടെ മെയിൻ, മറ്റേ മെയിൻ. രണ്ടും പേരും മെയിനാണ്. അതായിരിക്കും നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ മെയിൻ ഒറിജിൻ മെയിൻ കൊടുത്തില്ല അവിടെ. ഈ മെയിൻ അവിടുത്തെ ബ്രാഞ്ചിന്റെ മെയിൻ വേണം. നീ കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൽ അവിടെ ക്രിയേറ്റ് ആവും, ഒറിജിനൽ ക്രിയേറ്റ് ആവും. പറയണെങ്കിൽ മനസ്സിലാവുന്നുണ്ടോ? ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്തില്ലെങ്കിൽ പ്രൈവറ്റ് ആണെങ്കിൽ കിട്ടൂല. അപ്പൊ നമ്മള് യൂസർ നെയിം ഒക്കെ ചോദിക്കും. ഒരു ബോക്സ് വരും, ലോഗിൻ ചെയ്യാൻ പറയും. ഗിറ്റബ് ലോഗിൻ ചെയ്താൽ മതി. വെറുതെ ലോഗിൻ ചെയ്താൽ ബ്രൗസറിൽ പോയിട്ട് ലോഗിൻ ആക്കിയാൽ ഓട്ടോമാറ്റിക് ആവും. സിമ്പിൾ സാധനം. പിന്നെ ഇവിടെ വേറെ ആർട്ടിയിലോ ഞാൻ വേറെ രീതിക്ക് ചെയ്ത് കൊടുത്തിരുന്നു. അതിൽ എനിക്ക് ഓർമ്മ ഒരു SSH ഇട്ട് കണ്ടിട്ട് കൊടുത്തിരുന്നു. ഷെല്ലിട്ട് കണ്ടു. ആർക്ക് SSH ഇട്ട് കണ്ടു. ആർക്കും ഒരാൾക്ക് എന്താണെങ്കിൽ ലീവ് ഉണ്ടാവും. വിദേശനല്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് റീഫ്രഷ് ചെയ്താ ഉണ്ടാവും. എന്തുണ്ടാവും? ഈ പേജ് റീഫ്രഷ് ചെയ്ത സാധനം ഒന്നുണ്ടാവില്ല, പുഷായില്ല. പുഷത്തെ മെയിന് ഇവിടുത്തെ മെയിൻ പറഞ്ഞു കഴിഞ്ഞാല് ഏത് മെയിന്? ലോക്കലത്തെ മെയിന്. അതിൽ നിന്ന് ആരോ പോണത് ഏതിക്ക്? മെയിനിക്ക്, അവിടുത്തെ മെയിനിക്ക് കേട്ടോ. പുഷായി എന്നർത്ഥം. ഓക്കെ, 2 മാസം. ഇങ്ങനെയല്ലേ നമ്മൾ ഈ ട്യൂട്ടോറിയലിലൊക്കെ വീഡിയോ
ഓരോ ട്യൂട്ടോറിയൽസിലെ പോലെ സോഴ്സ് കോഡ് ഇല്ലാന്നിട്ട് ഇതൊക്കെയല്ല റീഡ്മി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ റീഡ്മി പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ പേര് ഫുൾ അപ്പർ കേസിൽ റീഡ്മി എന്ന് എഴുതാം. എന്നിട്ട് അതിന്റെ എക്സ്റ്റൻഷൻ വരിക .md അറിയുമ്പോ മാർക്ക് ഡൗൺ ഡൗണിന്റെ സിന്റാക്സ് അറിയും നിങ്ങൾക്ക് നോക്കിയിട്ടില്ല. ഈ റീഡിങ് എല്ലാത്തിലും ഉണ്ടാവില്ല. റീഡ്മി ഉണ്ടാവും, ചേഞ്ച് ലോഗ് ഉണ്ടാവും. നമ്മള് ഗെയിമിലാണെങ്കിലും എല്ലാത്തിലും ഉണ്ടാവില്ല. റീഡ്മി പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഡോക്യുമെന്റേഷൻ ആണ്. ഡോക്യുമെന്റേഷൻ ഇത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യല്, ഇത് എങ്ങനെ ബിൽഡ് എടുക്കല്, ഇതിൽ എന്തൊക്കെ ഫീച്ചറുകൾ ഉണ്ട്, അതൊക്കെ അതാണ് റീഡിങ്. സിമ്പിൾ ആണ്, ഡോക്യുമെന്റേഷൻ ആണ്. ചേഞ്ച് ലോഗ് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വേർഷൻ 1 ഇന്ന ഫീച്ചേഴ്സ് ആഡ് ചെയ്തു, വേർഷൻ 2 ഇന്നതാണ് ചെയ്തിട്ടുള്ളത്, വേർഷൻ 3 ഇന്നത്. ആ ചേഞ്ച് ലോഗ് മൊത്തം ഫസ്റ്റ് വേർഷൻ മുതൽ ഇപ്പോഴത്തെ വേർഷൻ വരെയുള്ള ഫുൾസ് ആണ്. ഈ ഡോക്യുമെന്റേഷൻ നമ്മൾ ചെയ്യണം, സൈറ്റ് ഒരു ചെയ്യും. ഇത് കാരണം ഡെവലപ്പർമാർക്കുള്ള ഡോക്യുമെന്റേഷൻ, ഇതെങ്ങനെ ബിൽഡ് എടുക്കുക, അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. സിമ്പിൾ സാധനങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇത് ഡെവലപ്പർമാർക്കുള്ള ഡോക്യുമെന്റ്, ഇത് ടെക്നിക്കൽ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ, ടെക്നിക്കൽ സൈഡാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ല, റീഡ്മി എന്താന്ന് ഓക്കെ അല്ല. ഈ റീഡ്മിയിലുള്ള സാധനമാണ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ഷോ ചെയ്യല്. ബൈ ഡിഫോൾട്ട് ഇവിടെ റീഡ്മിയാണ് കാണിക്കല്. ഈ ഫയൽ അകത്ത് കാണിക്കുന്ന സാധനമാണ് റീഡ്മി. അത് ഗിറ്റബിൽ ഓട്ടോമാറ്റിക്കലി റീഡ്മി ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ കാണിക്കും. റീഡ്മിന്റെ മാർക്ക് ഡൗൺ സിന്റാക്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. മാർക്ക് ഡൗൺ നോക്കിയാൽ മതി, ആ സിന്റാക്സ് എങ്ങനെയാന്നുള്ളത് മാർക്ക് ഡൗൺ കഴിഞ്ഞിട്ട്. ഓക്കെ, സിമ്പിൾ. എങ്ങനെയാണ് ടൈറ്റിൽ കൊടുക്കുക, എങ്ങനെയാണ് ലിങ്കുകൾ കൊടുക്കുക, എങ്ങനെ ഇമേജ് അതിൽ ആഡ് ചെയ്യുക, അതൊക്കെയാണ്. ലിങ്ക്, ഇമേജ്, അങ്ങനത്തെ ടേബിളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ആ സിമ്പിളാണ്. ഞാൻ എന്താണ് അതിന്റെ പേര്, സ്ലാക്ക്. വൈഫ് കഴിക്കണം, സ്റ്റക്ക് കഴിക്കണല്ല. ഇതിന്റെ ബാക്കി നാളെ എടുക്കട്ടോ. ബ്രാഞ്ച് ഒക്കെ പറയാനുണ്ട്, ബ്രാഞ്ച് ഒക്കെ മെയിൻ ആണ്, എന്നാലും നിങ്ങൾക്ക് കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ. അത് നിങ്ങൾ തീരുമാനിച്ചോ? അതുണ്ട്, അത് ഫസ്റ്റ്. അതിന്റെ മുന്നേ നിങ്ങളെ മൊത്തത്തിലൊരു പ്രൊജക്ട് ചെയ്യാം. ആദ്യം ഗ്രൂപ്പ്, എന്നാ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എന്നിട്ട് ഇൻഡിവിജ്വൽ ചെയ്താൽ മതി. ഇ കൊമേഴ്സ് സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ്. ഈ സ്ലാക്ക് എഡിറ്റ് ഒന്ന് നോക്കട്ടാ. ഇതും കൂടി പറഞ്ഞാൽ, റീഡ്മി കൂടി പറഞ്ഞാൽ നമുക്ക് നിർത്താം. സ്ലാക്ക് എഡിറ്റില് നമുക്ക് സ്റ്റാക്ക് എഡിറ്റ്, സോറി, സ്ലാക്ക് ആണെങ്കിൽ മാർക്ക് ഡൗണിന്റെ സിന്റാക്സ്, മാർക്ക് ഡൗൺ MD മാർക്ക് ഡൗൺ എന്താ ചോദിക്കട്ടെ. മാർക്ക് ഡൗൺ എന്താ? മാർക്ക് ഡൗൺ ശ്രദ്ധിക്കണില്ല. ഇതൊന്നും നോക്കിട്ടാ, കഴിഞ്ഞു ശ്രദ്ധിക്കാം. ആ, ഇതൊക്കെ കളഞ്ഞിട്ടാ. എന്നിട്ട് ഈ മേലെ കണ്ട ഈ ഫോൾഡർ, ബോൾഡ്, ഇറ്റാലിക്സ്, ഈ സാധനങ്ങളൊക്കെ കണ്ട. ഇതൊക്കെ നമ്മൾ സാധാരണ വേർഡ് ഡോക്യുമെന്റ് ഉണ്ടാക്കും അതേപോലെ. പക്ഷെ ഇത് സിന്റാക്സിലാണ് വരിക. അതായത് ഇപ്പോ
ഞാനിവിടെ ഒരു ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുക്കാൻ സാധാരണ ഹാഷ് എടുക്കില്ല കേട്ടോ. എന്നിട്ട് ഇവിടെ ഹെഡിങ് ഹാഷ് എന്താണ് മെയിൻ ഹെഡിങ്, സബ് ഹെഡിങ് ഡബിൾ ഹാഷ്. ഓക്കെ, 3 ഹാഷ് ഇട്ടാ അതിന്റെയും ചെറുത് അങ്ങനെ. ഇമേജ് ഇടാനൊക്കെ സിന്റാക്സ് ഉണ്ട്. ഇമേജ് ഇടാനൊക്കെ ഇവിടെ ഈ ഇതിൽ കൊണ്ടല്ലോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇമേജിന്റെ സാധനം ഈ മാന കണ്ട അത് റീഡ്മിന്റെ സിന്റാക്സിക്ക് ആവും അത് ഓട്ടോമാറ്റിക്. എന്നിട്ട് അത് സിന്റാക്സ് മാത്രം കോപ്പി ചെയ്താൽ മതി നിങ്ങൾ. അത് കോപ്പി ചെയ്തിട്ട് MD ഫയൽ കൊണ്ടിടാം. സ്റ്റാക്ക് അടിച്ച് ലോക്കൽ യുആർഎലും പറ്റും. ഫയൽ വെച്ച് കണ്ടുള്ള യുആർഎൽ അറിയോ? റിലേറ്റീവ് കൊടുത്താൽ മതി. ./ ഇട്ട നമ്മുടെ ഗിറ്റബിൽ ഉണ്ടാവുമല്ലോ, അതിൽ ./ ഇട്ട ആ ഫോൾഡർ കിട്ടുമല്ലോ, അതിനങ്ങനെ കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ URL ആയിട്ട് കൊടുക്കണ്ട. ടേബിൾ ഇടാനൊക്കെ എങ്ങനെയാ നമുക്ക് സിന്റാക്സ് ആണ്. സിന്റാക്സ് ഇങ്ങനെയാണ് വരിക. ടേബിളിനൊക്കെ സിന്റാക്സ് ഇങ്ങനെ വരിക. ഈ ടേബിളിന്റെ ഇപ്പുറത്തെ മാനത്തിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ ഓരോ റോക്കും നമ്മൾ എന്ത് ചെയ്യണം? ഈ പൈപ്പിന്റെ സിമ്പിൾ 3 ഇട്ടാ ഇപ്പൊ എത്രണ്ണം വന്നിക്കണ അത്രയും സാധനങ്ങൾ ഇട്ടാ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ടേബിൾ ഫോം ആയത് കണ്ടോ? ഇത് അതിന്റെ വ്യൂ ആണ്, ഇത് അതിന്റെ കോഡാണ്. ഈ കോഡ് നമ്മൾ എന്ത് ചെയ്യണം? കോപ്പി ചെയ്തിട്ട് എവിടെ പേസ്റ്റ് ചെയ്യണം? readme.md പേസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതേപോലെ ഗിറ്റബിൽ കാണിക്കും. ഇത് ഞാൻ കോപ്പി ചെയ്ത് കാണിച്ചു. ഇവിടെ ഞാനൊരു റീഡ്മി നമുക്ക് ഗിറ്റബിൽ തന്നെ നെയിം എന്താവണം? readme.md ഇപ്പൊ വരും. readme.md പറഞ്ഞാൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ സാധനം ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗിറ്റ് സ്റ്റാറ്റസ് പോകുന്നു, അത് അതിൽ വന്നിട്ടുണ്ട്. ഗിറ്റ് ആഡ് readme.md എന്ന് പറയുന്നു. അല്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ആഡ് ചെയ്ത് കമ്മിറ്റ് ചെയ്യാൻ അറിയില്ലേ? നമ്മൾ ഇങ്ങനെ കൊടുക്കണ്ടേ? ഒക്കെ തന്നെ എന്താ സ്റ്റേജ് ചെയ്ത് ഇങ്ങനെ കയറ്റണ്ട. ഇനി വെറും പുഷ് കേട്ടാ. ഇനി പുഷ് യു ഒക്കെ കാണാം. വെറും പുഷ് ഇപ്പൊ എന്തായി? പുഷ് ആയില്ല ഷാമില, ശ്രദ്ധിക്കാം. ഇപ്പൊ പുഷ് ആയില്ലത്. ഇനി ഞാനിവിടെ റീഫ്രഷ് ചെയ്ത് ഗിറ്റബ് റീഫ്രഷ് ചെയ്ത ആ ടേബിളും സാധനങ്ങളൊക്കെ ഇവിടെ വരും. അല്ല, എവിടുന്ന് എടുത്ത് കൊടുക്കൊണ്ടിരുന്നില്ലേ? റിഫ്രഷ് ആയിട്ടില്ല. പോയി ഓക്കെ. ഇങ്ങനെയാണ് ഗിറ്റിൽ വരിക. സംശയം ഉണ്ടോ? ഫാസിലും നോക്കാം. ഷാമില് കാണുന്നുണ്ടോ? റാജിദ ബാക്കിയാണ് നോക്കാം.